അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ഷിൻഡോ വർഗീസാണ്. തൻ്റെ ജീവിതാനുഭവം, ശ്രദ്ധേയമായ ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഇത് വേറിട്ടൊരു അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിന് രണ്ട് പക്ഷമില്ല. ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളും പ്രത്യാശയും വിശ്വാസവും വർദ്ധിപ്പിക്കുന്ന തൻ്റെ ജീവിതത്തിലെ ഓർമ്മകൾ പ്രേക്ഷകരോടൊപ്പം ഷെയർ ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധയോടെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, മറന്നു പോകരുത്. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അയച്ചു തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ഷിൻഡോ വർഗീസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചോളൂ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് സ്തോത്രം കരയറ്റുന്നു. ഇങ്ങനെ ആമിനി അരോമ ടി വിയിലൂടെ യേശുക്രിസ്തുവിന്റെ സാക്ഷിയായി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷകൾ ഭംഗിയായി ചെയ്യിക്കുന്ന ഇങ്ങനെയൊരു ദർശനം കൊടുത്ത കർത്താവിന്റെ ദാസനെ ഓർത്തും ഞാൻ ആദ്യമേ ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ പേര് ഷിൻഡോ വർഗീസ് എന്നാണ്. എൻ്റെ സ്വദേശം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ കൊമ്പനാട് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എനിക്ക് വീട്ടില് പപ്പ, മമ്മി, ഞങ്ങൾ 3 മക്കൾ, അങ്ങനെ 5 പേരടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു. എൻ്റെ ചേച്ചി കുടുംബമായിട്ട് മൂന്നാർ മാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് അവര് താമസിക്കുന്നു. എൻ്റെ ചേട്ടൻ വിവാഹിതനല്ല. അദ്ദേഹം ഇവിടെ പെരുമ്പാവൂര് പട്ടാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ടയറിങ്ങിന്റെ റീസോളിങ്ങിന്റെ വർക്കൊക്കെ ആയിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു. എൻ്റെ പപ്പ 2019 മരിച്ചു. ഇപ്പോൾ മമ്മിയും ചേട്ടനും കുടുംബ വീട്ടിലായിരിക്കുന്നു. എനിക്ക് വൈഫുണ്ട്. വൈഫിന്റെ പേര് പ്രിയ എന്നാണ്. മോനുണ്ട്, ജുവാൻ. അവനിപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കൂടുതൽ സമയവും ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ആണ് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നത്. ഇനി എൻ്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞങ്ങളൊരു യാക്കോബായ കുടുംബത്തിലാണ് പ്രത്യേകിച്ച് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ എൻ്റെ പപ്പയുടെ പപ്പയും മമ്മിയുടെ പപ്പയും ഒക്കെ 1960 മുതൽ 80 വരെയൊക്കെയുള്ള കാലഘട്ടങ്ങളുടെ ഇടയിൽ അവരെ പള്ളിയിൽ പ്രസംഗിക്കുന്നവരൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആത്മീയ പശ്ചാത്തലത്തിലാണ് എൻ്റെ മമ്മിയാണെങ്കിലും വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ജനനത്തിങ്കിലും അതേ ആത്മീയ തീഷ്ണതയിൽ തന്നെയാണ് മമ്മിയൊക്കെ ഞങ്ങളെ വളർത്തിയത്. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എല്ലാ ഞായറാഴ്ചയും പള്ളിയിലെ സൺഡേ സ്കൂളിലും മുടങ്ങാതെ വിടും. എല്ലാ ദിവസവും വീട്ടില് കുടുംബ പ്രാർത്ഥന കറക്റ്റായിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം ചോറ് തരില്ല, അത്താഴം തരില്ല. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു പ്രാർത്ഥന ജീവിതത്തിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. എന്തായാലും 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ഓർമ്മയിലുള്ള എൻ്റെ ശുശ്രൂഷയിലേക്കുള്ള വഴിത്തിരിവായ ഒരു കാര്യം വരുന്നത്. ഞങ്ങൾ അന്ന് യാക്കോബായ ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ കൂടിയും ഞങ്ങളുടെ വീടിന്റെ തൊട്ടു മേലെ ഒരു സന്തോഷം എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ വീട്ടിൽ ഒരു പാസ്റ്റർ വരുമായിരുന്നു. അദ്ദേഹം മാസത്തില് 1-2 പ്രാവശ്യം അവിടെ വന്ന് ആ വീട്ടിൽ പ്രാർത്ഥന നടത്തും. ഒരു വൈകുന്നേര സമയം. അപ്പൊ എൻ്റെ മമ്മി ഇടയ്ക്കൊക്കെ ആ പ്രാർത്ഥനയ്ക്ക് പോവാറുണ്ട്. എന്നെയും കൊണ്ടുപോകും. അപ്പൊ ഞാൻ അന്ന് 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം എനിക്ക് ആ പ്രാർത്ഥനയ്ക്ക് പോകണ ഇഷ്ടമൊന്നുമല്ല. എന്നാലും മമ്മി നുള്ളിപ്പറച്ച് എന്നെ കൊണ്ടുപോകും. അപ്പൊ അവിടെ ചെന്ന് അതെങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് ഓർത്താ ഞാൻ ഇരിക്കുന്നത്. എന്നിട്ട് വേണം പിള്ളേരുടെ കൂടെ കളിക്കാൻ പോവാൻ. പക്ഷെ ആ പ്രാർത്ഥന തീരുന്ന സമയം ആ ദേവദാസൻ എല്ലാവരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. ആ കൂട്ടത്തിലെ ചെറുതായ എൻ്റെ തലയിലും കൈവച്ച് പ്രാർത്ഥിച്ച കർത്താവേ, ഇദ്ദേഹം വളർന്നു വരുമ്പോൾ അങ്ങയുടെ ദാസനാവണേ, അങ്ങേക്ക് പ്രയോജനപ്പെടണേന്നൊക്കെ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്. സത്യത്തിൽ ആ പാസ്റ്റർ ആരാണെന്നോ അദ്ദേഹം എന്ന് ജീവനോട് ഇരിക്കുന്നോ എന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനിപ്പോൾ കൂടെ കൂടെ ചിന്തിക്കാറുണ്ട്, അദ്ദേഹം ജീവിച്ചിരിക്കുന്നോ ഇല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ലെങ്കിലും അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്ന് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്
ഞാനും ഇന്ന് നിങ്ങളുടെ നടുവിൽ ഒരു സാക്ഷിയായിട്ട് നിൽക്കുന്നത്. അതെന്റെ ആദ്യത്തെ അനുഭവമാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ആരംഭിക്കുന്നത്. എൻ്റെ ഈ ശുശ്രൂഷയിലേക്കുള്ള. അതെങ്ങനെയാണെന്ന് വെച്ചാല് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയില് അന്നത്തെ കാലത്ത് ചെറിയ നെൽപ്പാടം, അതുപോലെ റബ്ബർ തോട്ടം, അതുപോലെ അന്നത്തെ കാലത്ത് കുഴപ്പമില്ലാത്തൊരു വീട്, പിന്നെ പപ്പയ്ക്ക് ആ കാലത്ത് ചെറിയൊരു കട, പണ്ട് ജീപ്പ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങള് ജീവിച്ചു വരുമ്പോ എൻ്റെ മമ്മിക്ക് വാതത്തിന്റെ അസുഖങ്ങൾ തുടങ്ങി. അപ്പം എപ്പോഴും കാല് പുകച്ചിലായി. അപ്പൊ അന്നേരം ഇങ്ങനെ പ്ലാൻ ചെയ്തു, ഹൈ റേഞ്ചിലോട്ട് പോയി താമസിച്ചാൽ അവിടെ കുറച്ച് തണുപ്പാണല്ലോ. എൻ്റെ പപ്പയുടെ അപ്പന്റെ വീട്ടുകാരൊക്കെ ഹൈ റേഞ്ച് ഭാഗത്താണുള്ളത്, സേനാപതി, രാജാക്കാട്. അങ്ങനെ ഞങ്ങൾ ചിന്തിച്ച്, അങ്ങനെയാണ് ഞങ്ങൾ അടിമാലിക്കപ്പുറം മാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെയും നമ്മുടെ ഒരു ചാച്ചൻ ഉണ്ടായിരുന്നു. അവരുടെ കെയർ ഓഫിൽ ഞങ്ങൾ അവിടെ ഒരു 2-3 ഏക്കർ സ്ഥലം മേടിച്ചു. അവിടേക്ക് ഞങ്ങൾ താമസം മാറ്റി. നാട്ടിലെ സ്ഥലമൊക്കെ വിറ്റ് ഞങ്ങൾ അവിടേക്ക് പോയി. എന്നാൽ അവിടെ ചെന്നപ്പോൾ മമ്മി ഓക്കെ ആയി, അത്യാവശ്യം നല്ല തണുപ്പൊക്കെയുള്ള അന്തരീക്ഷമാണെങ്കിലും എനിക്ക് അസുഖങ്ങൾ ആരംഭിച്ചു. കാരണം 3 കിലോമീറ്റർ മല കയറി വേണം അന്ന് മാങ്കുളം സ്കൂളിൽ എത്താനായിട്ട്. ഇവിടെ നാട്ടിൽ നമ്മൾ വളരെ നിസ്സാരമായി നടന്നു പോയിക്കൊണ്ടിരുന്നിടത്ത് അങ്ങനെ പോയപ്പോൾ അത് ശാരീരികമായിട്ട് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാക്കി. അങ്ങനെ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റാതെയായി. അങ്ങനെ ഞാൻ 5ാം ക്ലാസ് ആയപ്പോഴേക്കും കറക്റ്റ് 1 വർഷം കഴിഞ്ഞപ്പോൾ പപ്പ എന്നെ തിരിച്ചു വീണ്ടും നാട്ടിൽ കൊണ്ടുവന്ന് പപ്പയുടെ പെങ്ങടെ വീട്ടിൽ നിർത്തി വീണ്ടും നാട്ടിലെ സ്കൂളിൽ പഠിത്തം ആരംഭിച്ചു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പപ്പ നാട്ടിലേക്ക് വീണ്ടും വരികയും നാട്ടിൽ വീണ്ടും ഒരു കട തുടങ്ങി. ആ സമയത്ത് അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ താമസാക്കുകയും ചെയ്തു. അങ്ങനെ ഞാനും പപ്പയും നാട്ടിലായി. മമ്മിയും ചേട്ടനും മാങ്കുളം എന്ന് പറയുന്ന ആ സ്ഥലത്ത്. എൻ്റെ ചേച്ചി ആ കാലത്ത് പഠിക്കാനായി തൃശ്ശൂര് നിൽക്കുന്ന സമയമാണ്, നമ്മുടെ ഒരു ആന്റിയുടെ വീട്ടിൽ. അങ്ങനെ 3 പേരും ഇങ്ങനെ എല്ലാവരും 3 സ്ഥലങ്ങളിലായപ്പോ അവസാനം മമ്മി പറഞ്ഞു, ഇങ്ങനെ എല്ലാവരും മാറി നിൽക്കുന്നത് ശരി, നമുക്ക് എല്ലാവർക്കും ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നതല്ലേ ഉചിതം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. ആ വെക്കേഷനിൽ മമ്മിയും ചേട്ടനും നമ്മുടെ ഇവിടെ നാട്ടിൽ വാടക വീട്ടിലേക്ക് നിൽക്കാൻ വന്ന സമയം ഞങ്ങളുടെ മാങ്കുളത്തെ വീട്ടിൽ കള്ളം കയറി സകല സാധനവും മോട്ടിച്ചെടുത്തോണ്ട് പോയി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ അമ്മിക്കല്ലിന് വെച്ചിരിക്കുന്ന പിള്ളക്കല്ലുണ്ട്, അതും കൂടെ മോട്ടിച്ചുകൊണ്ട് പോയി. അപ്പൊ അങ്ങനെ പപ്പയും മമ്മിയും അവരുടെ വല്യാപ്പന്മാരായിട്ടൊക്കെ അവർക്ക് കിട്ടിയതും അവരുണ്ടാക്കിയത് ആ ഫർണിച്ചർ ഐറ്റംസ് എല്ലാം ഈ കള്ളന്മാർ എടുത്തുകൊണ്ട് പോയപ്പോ അത് ഇവരെ രണ്ടുപേരെയും മാനസികമായി ഒത്തിരി വിഷമിപ്പിക്കുക, ഇവരെ എപ്പോഴും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഭയങ്കര വഴക്കായി. ആ കാലത്ത് മമ്മി വീണ് മമ്മിയുടെ കാല് ഒരല്പം പ്രയാസമായി. അങ്ങനെ അതൊരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ കുടുംബം തകർച്ചയിലേക്ക് പോവാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ഈ മമ്മിയും പപ്പയും വഴക്ക് ഒരുപാട് കൂടുതലായതുകൊണ്ട് പപ്പ മദ്യപാനിയായി. കൂട്ടുകാരുടെ കൂടെ സമാധാനത്തിന് പോയി കുടിക്കാനായി തുടങ്ങി. അങ്ങനെ കുടി വളരെയധികം മുഴുത്ത് മുക്കുടിയനായി മാറി. അങ്ങനെ കട ശ്രദ്ധിക്കാൻ കഴിയാതെ കട നഷ്ടത്തിൽ അടച്ചുപൂട്ടേണ്ടി വന്നു. ആ കാലത്ത് ഞാൻ അപ്പൊ ഏകദേശം ഒരു എന്താ പറയാ, ഒരു 5-ല് 6-ലൊക്കെ എത്തി. അപ്പോഴേക്കും കടയൊക്കെ അപ്പോഴേക്കും പൂട്ടിപ്പോയി, വാടക കൊടുക്കാൻ ഗതിയില്ലാതെയായി. അങ്ങനെ ചേച്ചി ആ സമയത്ത് നാട്ടിൽ തിരിച്ചു വന്ന് അവിടെ പ്ലാസ്റ്റിക്കിന്റെ ചിരട്ട ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ പോയി തുച്ഛമായി കിട്ടുന്ന ഒരു പൈസ, അത്രയെങ്കിലും വീട്ടിലേക്ക് ആശ്വാസം ആവട്ടെ എന്ന് വെച്ച് അങ്ങനെ പോകാൻ തുടങ്ങി. അങ്ങനെ ഈ പപ്പയുടെ മമ്മിയുടെയും വഴക്കും ഈ തകർച്ചകളും ഈ കുടിയും ഇതെല്ലാം കാരണം കൊണ്ട് അവസാനം ചേച്ചി പറഞ്ഞു, കുറച്ച് ഫ്യുറഡാൻ വിഷം മേടിച്ചുകൊണ്ട് വരാം, നമുക്കത് കഞ്ഞിയിൽ കലക്കി അങ്ങ് കുടിക്കാം, നേരം വെളുക്കുമ്പോഴേക്കും നമ്മളെല്ലാവരും തീർന്നു കിടക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ അതുപോലെ ഒരു തകർച്ചയിലേക്ക് ഞങ്ങളുടെ ജീവിതം ആ കാലഘട്ടത്തിൽ പോയി. അപ്പോഴാണ് മന്ത്രവാദികളെ കാണാൻ പോയാൽ രക്ഷയുണ്ടാവുന്ന ആരോ പറഞ്ഞ് ഈ മുസ്ലിം ജിന്നുകളെ ആവാഹിച്ച് ചെയ്യുന്ന ഒരു ഇക്കയെ അവിടെ കൊണ്ടുവന്നു. അദ്ദേഹം ഇതുപോലെ ഏതാണ്ട് മന്ത്രവാദമൊക്കെ ചെയ്ത് പപ്പയുടെ കയ്യിൽ കൊടുത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ എന്നും വൈകുന്നേരം ആയപ്പോൾ ഒരു മുട്ട ഏതാണ്ട് ഒരു അറബിയൊക്കെ എഴുതി ഒരു തകിടിനകത്ത് പൊതിഞ്ഞ് കയ്യിൽ ഒരു വിളക്ക് കത്തിച്ച് ഒരു തോർത്തുമുണ്ട് കൊടുത്ത് പപ്പ ഞങ്ങളുടെ തലയിലൂടെ അതെല്ലാം ഒഴിഞ്ഞ് എവിടെയോ ഒഴുക്കുള്ള ഏതോ വെള്ളത്തില് കൊണ്ടുവന്ന് 7 ദിവസം ഇങ്ങനെ ഒഴിഞ്ഞു കൊണ്ടുവന്ന് ഇട്ടു. അതോടുകൂടി ഞങ്ങൾ ബാക്കിയും കൂടെ തകർന്നു പോയി. അപ്പൊ ഞാൻ അതുകൊണ്ട് എപ്പോഴും ഈ സാക്ഷ്യം പറയുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ എന്ത് പ്രശ്നമാണെങ്കിലും മന്ത്രവാദികളെ കാണാൻ പോകരുത്. അവർ മനുഷ്യരാണ്. ജീവനുള്ള സത്യദൈവമുണ്ട്, അത് യേശു മാത്രമാണ്. ആ യേശുവിലേക്ക് മാത്രമേ നിങ്ങൾ വരാവുള്ളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അതിലും രക്ഷയൊന്നുമില്ലാതെ മനസ്സിലായി. ആ കാലത്തേക്ക് മമ്മിക്ക് കാലിന്റെ വേദനകൾ കൂടി ജോലിക്ക് പോകാൻ വയ്യാതെയായി. അങ്ങനെ അന്നത്തെ കാലത്ത് 3-3.5 ലക്ഷം രൂപയുടെ ഒരു വലിയ ഓപ്പറേഷൻ വേണമെന്ന് എറണാകുളത്ത് ഹോസ്പിറ്റലുകാർ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്ന സ്ഥലം കൂടി വിറ്റാൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വിറ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തപ്പോ
ആ ഡോക്ടേഴ്സ് പറഞ്ഞു ചെയ്താലും നടക്കുമെന്ന് ഗ്യാരണ്ടി ഒന്നും തരാൻ പറ്റില്ല എന്ന് അവരിങ്ങനെ പറയാനിട വന്നു. ഇത്രയും സാഹചര്യങ്ങൾ ആയ സമയത്താണ് ഞങ്ങളുടെ വീട്ടില് ബ്രദറൻ സഭയിലുള്ള ചിലര് വന്ന് VBSന്റെ ഒരു നോട്ടീസ് തന്നിട്ട് പോയി. അപ്പോഴേക്കും 7ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയം 2000 ആണ്ട് ഏപ്രിൽ മാസം എത്തി. അപ്പോൾ അവിടെ ഒരു VBS നടക്കുന്നുണ്ട്. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ്, ഗവൺമെന്റ് സ്കൂളിൽ, കൊമ്പനാട്. അപ്പൊ അവർ ആ നോട്ടീസ് തന്നു. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരൻ സന്ദീപ് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അവൻ പറഞ്ഞേടാ അവിടെ പൊറോട്ടയും ഇറച്ചിയും കൊടുക്കുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് അത് കഴിച്ചേച്ച് വരാം എന്നും പറഞ്ഞ് അവനും എന്നെ വന്ന് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പൊറോട്ടയും ഇറച്ചിയും കഴിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ അന്ന് VBS അറ്റൻഡ് ചെയ്യാനായിട്ട് പോയതാ. അപ്പൊ അവിടെ ചെന്നപ്പോ അന്ന് അവിടെ പാട്ടും പ്രാർത്ഥനയും പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോ അന്നത്തെ ദിവസം അവര് ബ്രെഡും സ്ക്വാഷും തന്നു വിട്ടു. എന്നിട്ട് പറഞ്ഞു പൊറോട്ട ഇറച്ചിയൊക്കെ ഉണ്ട്, അത് നിങ്ങൾ അടുത്ത ദിവസം പറയണം, അടുത്ത ദിവസങ്ങളിലുണ്ടെന്ന് പറഞ്ഞു. 2ാം ദിവസം ചെന്നപ്പോ അന്ന് ബിസ്ക്കറ്റും നാരങ്ങ വെള്ളവും തന്നു വിട്ടു. അങ്ങനെ അവര് പറഞ്ഞു ഉണ്ട്, അതെന്നാന്ന് പറയൂല, പക്ഷെ അത് അവര് അവസാന ദിവസം വെച്ചു. അപ്പൊ ഞങ്ങൾ അവസാന ദിവസം വരെ അന്ന് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തു. പക്ഷെ ലാസ്റ്റ് ദിവസം ഈ ഇടുക്കി എന്നുള്ള ഒരു കർത്താവിന്റെ ദാസനാണ് അദ്ദേഹം, ഹഡ്സൺ ടൈലർ എന്ന് പറയുന്ന ഒരു മിഷണറിയുടെ ചരിത്രമൊക്കെ ജീവചരിത്രം കാണിച്ച് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം അതിനുശേഷം പ്രസംഗിക്കുമ്പോൾ വാസ്തവത്തിൽ പാപബോധം അന്ന് ഞങ്ങൾക്കുണ്ടായി. അന്ന് ഞാൻ അലറി നിലവിളിക്കാൻ തുടങ്ങി. ഞാൻ മാത്രമല്ല, അന്ന് VBSൽ പങ്കെടുത്ത ഒരുപാട് കുഞ്ഞുങ്ങൾ പൊട്ടിക്കരഞ്ഞ് അന്ന് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ ഒരു രക്ഷയുടെ അനുഭവം എനിക്കുണ്ടാകുന്നത് 2000 ആണ്ട് ഏപ്രിൽ മാസം 26ാം തീയതിയാണ്. അന്ന് ഞാൻ 7ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി ആ വെക്കേഷൻ ടൈമിലാണത്. അതിനുശേഷം പിന്നെ പൊറോട്ട ഇറച്ചിയൊന്നും തിന്നണ്ട, പിന്നെ അതൊന്നും കരയുകയാണ്. എന്തിനാണെന്ന് അറിയില്ല. ആരും നമ്മളെ തല്ലിയിട്ടില്ല, ആരും നമ്മളെ ഒരു ചീത്ത പറഞ്ഞിട്ടില്ല. ഈ പാപബോധം വന്ന് കരയും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അതെന്റെ ജീവിതത്തിൽ ഞാൻ അന്ന് അനുഭവിച്ചു. അന്ന് ആ VBS കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ഇരിക്കുമ്പോഴും കരയുകയാണ്. അപ്പൊ എൻ്റെ ചേച്ചി ചോദിക്കുന്നുണ്ട് എന്തിനാടാ നീ ഇങ്ങനെ കരയുന്നത്? അപ്പൊ എനിക്ക് നാണക്കേടാ, എന്നാന്ന് എനിക്ക് പറയാനില്ല. ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ കണ്ണു തുടയ്ക്കും. മമ്മി ചോദിക്കും. അപ്പൊ ഇവര് കാണാതിരിക്കാൻ ഞാൻ ബാത്റൂമിൽ പോയി പിന്നെ കരയുക. അങ്ങനെ ആ ദിവസം മൊത്തം കണ്ണുനീരോടെ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ക്രൂശീകരണത്തെ കുറിച്ചുള്ള ആ ഭാഗം പറയുമ്പോൾ അലറി കരഞ്ഞ് ആ ഒരു രാത്രി മുഴുവൻ അങ്ങനെ കിടന്നു. അതിനുശേഷം പിന്നീട് ആ അനുഭവങ്ങൾ മറന്നു. കാരണം നമ്മൾ അങ്ങനെ പെന്തക്കോസ് അനുഭവങ്ങൾ നമുക്കില്ല. അങ്ങനെ കുറച്ചു നാളും കൂടെ മുന്നോട്ട് പോകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു 10 സെന്റ് സ്ഥലം നാട്ടില് ഉണ്ടായിരുന്നു. ഒരു 10 സെന്റ് സ്ഥലം, അത് ലോൺ വെച്ച് ഒരു കൊച്ചു വീട് അതിനകത്ത് പണിതെടുത്തു. ഒരു 3 മുറി, അന്നത്തെ കാലത്ത് ചാണകം മെഴുകിയ തറ, ഇങ്ങനെ ടിൻ ഷീറ്റ് ഇട്ട ഒരു ചെറിയ വീട് പണിത് ഞങ്ങൾ അവിടേക്ക് താമസം മാറി. ആ കാലഘട്ടത്തില് അപ്പോഴേക്കും പപ്പയുടെ കൂടി വന്നു. കുടിച്ച് പപ്പ കാനയിലൊക്കെ കിടക്കുന്ന അവസ്ഥയായി. പപ്പ മദ്യം അല്പം വിൽക്കുന്ന പരിപാടി തുടങ്ങി, കവലകളിലൊക്കെ നിന്ന്. അങ്ങനെ അത്രയും ഞങ്ങളുടെ കുടുംബം ഒരു തകർച്ചയിലേക്ക് പോവുക. അപ്പൊ ഒരു സമാധാനം ഇല്ലാത്തത് കൊണ്ട് അവിടെ മർത്തോമ സഭയിലെ ബേബി എന്ന് പറയുന്ന ഒരു ഉപദേശി അവിടെ വന്ന് ഒരു പ്രാർത്ഥന, അതിനുമ്പഴ ജോയി എന്ന് പറയുന്ന ഒരു ചേട്ടന്റെ വീട്ടിൽ ഒരു പ്രാർത്ഥന ആരംഭിച്ചു. അപ്പൊ അതിൽ യാക്കോബായ സഭയിലെ സുവിശേഷകർ, മർത്തോമക്കാർ, അങ്ങനെ സഭാ വ്യത്യാസങ്ങളില്ലാതെ അനേകർ ആ പ്രാർത്ഥനയ്ക്ക് അവിടെ വരുമായിരുന്നു. ആ കാലത്താണ് ഒരു എലവൻ തുരുത്തൽ എൽദോസ് എന്ന് പറയുന്ന യാക്കോബായ സഭയിലെ തന്നെ ഒരു സുവിശേഷകനാ, എന്നെ ഒത്തിരി ഗൈഡ് ചെയ്ത ഒരു കർത്താവിന്റെ ദാസനായിരുന്നു അദ്ദേഹം ഒരു മണിയേലി എൽദോ ചേട്ടാ, അങ്ങനെ ഇവര് കുറച്ചു പേര് ഒരുമിച്ച് ബേബി ഉപദേശിയുടെ കൂട്ടായ്മയിൽ കറക്റ്റ് ആയിട്ട് വരും. എന്നെയും വിളിക്കും, വാ മോനെ പ്രാർത്ഥനയ്ക്ക് വാ. അപ്പൊ ഞാൻ കണ്ട ഒരു അത്ഭുതം, ഈ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ഞാൻ വരുമ്പോൾ അന്ന് വീട്ടിൽ പപ്പയും മമ്മിയും സമാധാനത്തോടെ ഇരിക്കുന്ന കാണാറുണ്ട്. അല്ലെങ്കിൽ ഇവർ ഭയങ്കര വഴക്കൂടിയ ചിലപ്പോൾ 3-4 ദിവസമൊക്കെ പപ്പ കഴിക്കാതെ കിടക്കും, കുടിക്കാതെ കിടക്കും. പക്ഷെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് പോകുമ്പോ കൂടി ഇവർ വഴക്കാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഇവർ സന്തോഷമായിട്ടിരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, യേശു സത്യ ദൈവ, പ്രാർത്ഥനയിൽ ശക്തിയുണ്ട്. പിന്നെ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വരുമ്പോൾ ഒരു സമാധാനം കിട്ടാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ ലോകത്തിലെ ഡോക്ടറേറ്റ് സർട്ടിഫിക്കറ്റിനേക്കാൾ സമാധാനത്തിന് വിലയുണ്ട്. അത് തരാൻ യേശുവിന് മാത്രമേ പറ്റുള്ളൂ എന്ന് എനിക്ക് എന്റെ കൊച്ചു മനസ്സിലൊന്ന് മനസ്സിലായി. അങ്ങനെ സെന്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു കൺവെൻഷൻ നടക്കുകയാണ്. അതൊക്കെ യാക്കോബായ സഭയുടെ തന്നെ എന്തുവാ പറയുക, ഒരു സുവിശേഷ ഗ്രൂപ്പുകളായിരുന്നു ആ കാലത്ത്. അപ്പൊ അതിന്റെ ഒരു കൺവെൻഷൻ ഞങ്ങളുടെ സ്കൂളിൽ വെച്ച് നടത്തി. ആ കൺവെൻഷനിൽ നോർത്ത് ഇന്ത്യയെ കുറിച്ച് പ്രൊജക്ടർ ഇട്ട് അന്ന് അവിടുത്തെ ദൈവാസന്മാരെ സുവിശേഷീകരണത്തെ കുറിച്ച് കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തന്നു. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നു ദൈവവേലയ്ക്ക് വേണ്ടി ചിലരെ നിങ്ങൾക്ക് ആർക്ക് സമർപ്പിക്കാൻ മനസ്സുണ്ട് മുട്ടുകുത്താൻ പറഞ്ഞപ്പോ ഞാന്
അന്ന് 9ാം ക്ലാസ്സിലാണ്, ഒത്തിരി പൊക്കമൊന്നുമില്ല. ഞാനും അന്ന് മുട്ടുകുത്തി. പക്ഷെ മുട്ടുകുത്തി എല്ലാവരും കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവരുടെ വോളണ്ടിയേഴ്സ് വന്ന് മുട്ടുകുത്തിയവരെല്ലാം കൈ പിടിച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷെ എന്റെ അടുക്കൽ ആരും വന്നില്ല. ഞാൻ ചെറുതായതുകൊണ്ട് എന്നെ കാണാത്താണോ എന്താണോ, ആ കൂട്ടത്തിനിടയിൽ എന്റെ അടുക്കൽ ആരും വന്നില്ല. ഞാൻ അവിടെ മുട്ടുകുത്തി, ഞാൻ എന്നെ സമർപ്പിച്ചു. പക്ഷെ എന്നെ ആരും കണ്ടില്ലേലും ദൈവം അത് കണ്ടിരുന്നു. അതാണ് സുവിശേഷ വേലയ്ക്ക് ഞാൻ സമർപ്പിച്ച അനുഭവം. അപ്പോഴൊന്നും എനിക്കൊരു പെന്തക്കോസ് അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് റെഗുലറായി ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. ഒരിക്കൽ വേങ്ങൂര് യാക്കോബായ പള്ളിയിൽ കുർബാന കണ്ടിങ്ങനെ, കുർബാനയ്ക്ക് വേണ്ടി ഇങ്ങനെ കൈകെട്ടി നിൽക്കുന്ന സമയം എന്റെ ഉള്ളിൽ മൃദുവായ ഒരു ശബ്ദം ഞാൻ കേൾക്കുക. വളരെ ശാന്തമായി ആരോ സംസാരിക്കുന്ന പോലെ ഉള്ളിൽ നിന്ന് കേൾക്കുക. കുഞ്ഞേ, നീ എന്റെ വേലയ്ക്കുള്ളതാ, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന എന്നിങ്ങനെ പറയും. അപ്പൊ ഞാൻ പഠിക്കാൻ മോശമായിരുന്നു. അപ്പൊ ഞാൻ അന്ന് ദൈവത്തോട് പറഞ്ഞത്, കർത്താവേ, 10ാം ക്ലാസ് പാസ്സാകാമെങ്കിൽ ഞാൻ അങ്ങയുടെ വേലയ്ക്ക് പോവാം. കാരണം ഞാൻ ഈ പള്ളി സൺഡേ സ്കൂളുകളിലും കൺവെൻഷനുകളിലൊക്കെ പോയി ഒത്തിരി പേരുടെ അനുഭവം കേട്ടിട്ടുണ്ട്. സുവിശേഷ വേലയ്ക്ക് ദൈവം ഒരാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് വിട്ടു പിന്നെ എന്തിനു പോയാലും ശരിയാവില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മത്സരിക്കാനൊന്നും പോയില്ല. എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഹൃദയത്തിൽ ദൈവത്തോട് തിരിച്ചു പറയുകയാണ്, ദൈവമേ, ഞാൻ 10ാം ക്ലാസ് തോറ്റിട്ട് അങ്ങയുടെ വേലയ്ക്ക് പോയെന്ന് ആരും പറയരുത്. അപ്പൊ അതുകൊണ്ട് 10ാം ക്ലാസ് പാസ്സാകാമെങ്കിൽ അങ്ങനെ വിളിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചോളാം. കാരണം എനിക്കറിയാം പാസ്സാവില്ല, അത്രയും പഠിക്കില്ലായിരുന്നു ഞാൻ. എന്തായാലും അങ്ങനെ ഞാൻ തിരിച്ചൊരു സമർപ്പണം ദൈവസന്നിധിയിൽ എടുക്കുകയാണ്. എന്തായാലും ആ കാലഘട്ടത്തില് ഞാൻ പിന്നീട് 10ലേക്ക് വന്നു. 10ാം ക്ലാസ് പരീക്ഷ എഴുതി. റിസൾട്ട് വന്നപ്പോ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് 40-ന് മേലെ മാർക്ക് കിട്ടിയത് 10ാം ക്ലാസ് SSLC എക്സാമിനേഷനാണ്. ഞാൻ ആ മാർക്ക് ലിസ്റ്റ് കണ്ടപ്പോഴേ തന്നെ ഞെട്ടിപ്പോയി. കാരണം അന്നത്തെ കാലത്തൊക്കെ 50-ലാണ് മാർക്ക്. അതുവരെ എനിക്ക് 50-ൽ ഒരു 2ഉം 3ഉം 4ഉം ഒക്കെയാണ് ചില വിഷയങ്ങൾക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. അതൊക്കെ ഭയങ്കര മാർക്ക്. എനിക്ക് SSLC എക്സാമിനേഷന് കണ്ടപ്പോൾ ഞാൻ തന്നെ ആശ്ചര്യപ്പെട്ടു. എനിക്ക് മനസ്സിലായി യേശു ജീവിക്കുന്നു. എന്നേക്കാൾ പഠിക്കുന്ന പിള്ളേർ പലരും തോറ്റുപോയി. പക്ഷെ ഒരു മോഡറേഷൻ പോലും ഇല്ലാതെ ഞാൻ പാസ്സായി. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും ദൈവം ജീവിക്കുന്നു, അല്ലെങ്കിൽ ഇത് സാധ്യമല്ല. അങ്ങനെ ഞാൻ എന്നെ തന്നെ സബ്മിറ്റ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മുടെ ആ ബേബി ഉപദേശം നടത്തുന്ന കൂട്ടായ്മയിൽ ഒരു ജിയോ എന്ന് പറയുന്ന ഒരു ബ്രദറിനെ പ്രാർത്ഥിച്ച് ബൈബിൾ കോളേജിൽ വിട്ടായിരുന്നു. ചാമക്കാടൻ ജിയോ എന്ന് പറയുന്ന ഒരു സഹോദരൻ. അപ്പോ എന്റെ ഹൃദയത്തിൽ അപ്പോഴും ഞാൻ ആ ശബ്ദം കേൾക്കുക, കുഞ്ഞെ, അടുത്തത് ഇവര് പ്രാർത്ഥിച്ച് അയക്കാൻ പോകുന്ന നിന്നെ ആയിരിക്കും എന്ന് എന്റെ ഹൃദയത്തിൽ ആരോ സംസാരിക്കുന്ന പോലെ വീണ്ടും ഞാൻ കേൾക്കുക. ഓക്കെ, എന്തായാലും അത് കഴിഞ്ഞ് ഞാൻ ശുശ്രൂഷയിലേക്ക് സമർപ്പിച്ച് ഞാൻ ബൈബിൾ കോളേജിൽ പോവാന്ന് മമ്മിയോടും പപ്പയോടും പറഞ്ഞപ്പോൾ എന്റെ ചേട്ടൻ എതിരായി. ചേട്ടൻ പറഞ്ഞു, നിനക്ക് അതൊക്കെ ഇപ്പൊ തോന്നുന്ന ഒരു ഇളക്ക, അത് ശരിയാവില്ല, നീ +2 പഠിക്കണം എന്ന് പറഞ്ഞ് എന്റെ ചേട്ടൻ ഭയങ്കരമായിട്ട് എന്താ പറയുക നിർബന്ധിച്ച് അങ്ങനെ +2-ന് അഡ്മിഷൻ എടുക്കാനായിട്ട് ഇവിടെ അടുത്ത് വേങ്ങൂർ സ്കൂളിൽ പോയി ഞാൻ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു. അങ്ങനെ ആ കാര്യങ്ങൾക്ക് വേണ്ടി സ്റ്റെപ്പ് വെക്കുമ്പോ ചേച്ചിക്ക് പെട്ടെന്ന്, എന്റെ പെങ്ങള്, ഞങ്ങൾ ആരും പെന്തക്കോസ് അനുഭവത്തിലേക്ക് വന്നിട്ടില്ല, എന്നാൽ പോലും ദൈവത്തിന് എന്നെ വേണമായിരുന്നു എന്നതിന്റെ ഉദ്ദേശമാണ് ഇതൊക്കെ. ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥനാ അനുഭവം ഒന്നുമില്ലാത്ത എന്റെ ചേച്ചിക്ക് അന്ന് മാങ്കുളത്ത് ചേച്ചി വീട്ടിൽ കിടക്കുമ്പോൾ ഒരു കാഴ്ച കണ്ട് ഞെട്ടി എണീറ്റു. എന്നെ എന്റെ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടു, ഞാൻ കാണാതെ പോയി. അങ്ങനെ അവരെ അന്വേഷിച്ച് പോവാണ്. പോയിട്ട് കണ്ടു കിട്ടാതെ വന്ന ഒരു അച്ഛന്റെ അടുക്കൽ ചെന്നു. അപ്പൊ ആ അച്ഛൻ പറയാണ്, ആ ഫാദർ പറയാണ്, ദൈവത്തോട് ഒരു കാര്യം നിങ്ങൾ പറഞ്ഞാൽ അത് ചെയ്യണം, ഇല്ലെങ്കിൽ അനുഭവിച്ചോ എന്ന് അച്ഛൻ പറഞ്ഞ് കൈയൊഴിയുക. പിന്നീട് ചേച്ചി കാണുന്നത് ആംബുലൻസിൽ ഡെഡ് ബോഡിയായി എന്നെ വീട്ടിൽ കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ചേച്ചി കാണുന്നത്. ചേച്ചി പെട്ടെന്ന് ഇത് കണ്ടു പേടിച്ച് വെപ്രാളം പിടിച്ച് എഴുന്നേറ്റ് പിറ്റേ ദിവസം രാവിലെ, അന്നത്തെ കാലത്ത് മൊബൈൽ ഫോണുകളൊന്നും ഇല്ലല്ലോ, അപ്പൊ അവിടെ അടുത്തൊരു STD ബൂട്ടി വന്നിട്ട് ഞങ്ങളുടെ താഴെ ഒരു വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു പറഞ്ഞു, മമ്മിയെ വിളിച്ചിട്ട് പറഞ്ഞു, അവനെ ഇങ്ങനെ ദൈവവേലയ്ക്കോ എന്തെങ്കിലും പോവാൻ അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തടയരുത്, തടഞ്ഞാ അവനെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും, ഇങ്ങനെ ഒരു കാഴ്ച കണ്ട് എനിക്ക് ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല എന്നൊക്കെ ചേച്ചി വെപ്രാളം പിടിച്ച് വിളിച്ചു പറഞ്ഞു. അതോടെ പപ്പയും മമ്മിയും സപ്പോർട്ടായി. അങ്ങനെയാണ് പിന്നീട് ബൈബിൾ കോളേജിൽ പോകാനായിട്ട് അവർ സമ്മതിക്കുന്നത്. അപ്പോഴും യാക്കോബായ സഭയുടെ ഏതെങ്കിലും ഒരു കോളേജിൽ പോകണം, ആ കോളേജിൽ പഠിച്ച് ഒരു ചെറിയ ജോലിയും കൂടെ ചെയ്ത് സുവിശേഷകരെ, കാരണം നമ്മുടെ സുവിശേഷകരൊക്കെ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിരിക്കുന്നത്. അങ്ങനെയായിരുന്നു അപ്പോഴും എന്റെ പ്ലാൻ. അങ്ങനെ നവജീവോദയം തിരുവല്ലായില് ഒരു ബൈബിൾ കോളേജ് ഉണ്ട്. അപ്പൊ എന്നാ അവിടെ പഠിക്കാം എന്ന് വെച്ച് ആ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവിടെ ഡിസംബർ ജനുവരിയിലാണ് അഡ്മിഷൻ തുടങ്ങുന്നതെന്ന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വാതില്, പിന്നെ അല്ലെങ്കിൽ SSLC ഒരു മെയ് ജൂണോടെ റിസൾട്ട് വന്നു. പിന്നെ 6 മാസം വെയിറ്റ് ചെയ്യുമ്പോൾ ആളുകളുടെ ചോദ്യം എന്ത് നമ്മൾ പറയും. അതുകൊണ്ട് അത്രയും നാൾ വെയിറ്റ് ചെയ്യണ്ട,
എന്നിങ്ങനെ വിചാരിച്ചപ്പോഴാണ് ഒരാൾ ഓടി വന്ന് ഞങ്ങളോട് പറയുന്നത്, ഇവിടെ പെരുമ്പാവൂരടുത്ത് കുറുപ്പംപടിയിൽ ബാപ്റ്റിസ്റ്റുകാരുടെ ഒരു ബൈബിൾ കോളേജ് ഉണ്ട്, ഫെയ്ത്ത് ബാപ്റ്റിസ്റ്റ്. അപ്പൊ ഈ ബാപ്റ്റിസ്റ്റ് പെന്തക്കോസ് എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല, കാരണം ഞങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് എനിക്ക് അത്ര അങ്ങ് ഡൈജസ്റ്റ് ആയില്ല. അപ്പൊ ഞാൻ നമ്മളെ യാക്കോബായ സഭയിൽ ഞാൻ പറഞ്ഞ ആ സുവിശേഷകരോട് തന്നെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, മോനെ വചനം എവിടെയായാലും പഠിച്ചാൽ മതി, അത് വചനമല്ലേ പഠിപ്പിക്കുന്നത്, നീ ധൈര്യമായിട്ട് പോകും എന്ന് പറഞ്ഞ് അവര് എന്നെ പ്രാർത്ഥിച്ചയച്ചതുകൊണ്ട് അവർക്കൊരു ദൈവിക നിയോഗമായിട്ട് ഞാൻ കാണുക. അങ്ങനെയാണ് ബാപ്റ്റിസ്റ്റിന്റെ ബൈബിൾ കോളേജിൽ വന്നപ്പോൾ അവിടെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ട് ക്ലാസ് തുടങ്ങിയിട്ട് 1.5 മാസം കഴിഞ്ഞു. 1.5-2 മാസം കണ്ടായി അവിടെ ക്ലാസ് തുടങ്ങിയിട്ട്. അപ്പോ അതിന്റെ തലേ ദിവസം കൂടെ ബൈബിൾ കോളേജിൽ ചെന്നവരെ ആ പ്രസിഡന്റ് അഡ്മിഷൻ ഇല്ലെന്ന് പറഞ്ഞു വിട്ടു. പക്ഷെ ഞാൻ ചെന്നപ്പോ പെട്ടെന്ന് ആ പ്രസിഡന്റ് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, അഡ്മിഷനൊക്കെ ക്ലോസ് ആയി, ക്ലാസ് തുടങ്ങി, ഇന്നലെ വന്നവരെയും തിരിച്ചു വിട്ടു, പക്ഷെ മോനെ നിന്നെ കണ്ടിട്ട് തിരിച്ചുവിടാൻ തോന്നുന്നില്ല, നീ ഇവിടെ അടുത്തുനിന്ന് വന്ന ഒരാൾ കൂടെ അല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ മോനെ, അടുത്ത വർഷം എൻട്രൻസ് എഴുതിയാൽ മതി, നീ ക്ലാസ്സിൽ കയറിക്കോ എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തിട്ട് പോലും എനിക്ക് അവരെ അഡ്മിഷൻ തരികയാണ്. അങ്ങനെ ബാപ്റ്റിസ്റ്റിന്റെ കോളേജിൽ ഞാൻ അഡ്മിഷൻ എടുത്തു. അവിടെ അങ്ങനെ ഞാൻ പഠനം ആരംഭിച്ചു. അപ്പൊ എനിക്ക് 15 വയസ്സാണെന്ന്. അങ്ങനെ 15-ാം വയസ്സിൽ നേരെ ബൈബിൾ കോളേജ് ഫസ്റ്റ് ഇയറിന് പഠനം തുടങ്ങി. അടുത്തൊരു പ്രശ്നം തുടങ്ങി. അത് ഇംഗ്ലീഷ് ബൈബിൾ കോളേജ്, അവിടെ മലയാളം പറയാൻ സമ്മതിക്കില്ല അവര്. ആരും കേരളത്തില് ഇവിടെ കുറുപ്പംപടിയിലാണെങ്കിലും മലയാളം പറയാൻ ഭയങ്കര സ്ട്രിക്റ്റായി. എനിക്കാണെങ്കിൽ മലയാളം അല്ലാതെ വേറൊന്നും അറിയാനും പാടില്ല. അപ്പൊ അന്നേരം അവിടെ എന്താ പറയാ, നമ്മൾ എന്തെങ്കിലും മലയാള വാക്ക് പറയുമ്പോൾ സ്പൈസിനെ ആക്കി വെച്ചിട്ടുണ്ട്, നമ്മുടെ കുട്ടികളെ തന്നെ അത് പിടിക്കാൻ വേണ്ടി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് പേര് എഴുതി കൊണ്ടുവന്ന് കൊടുക്കും. അപ്പൊ 119-ാം സങ്കീർത്തനം ഇമ്പോസിഷൻ എഴുതിക്കും, 2, 3, 5 പ്രാവശ്യമൊക്കെ ഇത് പറയുന്നു. മൊത്തം ഇങ്ങനെ അത് ഇംഗ്ലീഷിൽ എഴുതണം, പറക്കി. ഞാൻ ആകെ പെട്ടുപോയതുപോലെയായി. എനിക്ക് പിന്നെ ഇംഗ്ലീഷ് ഭാഷ അല്പം പോലും, എനിക്ക് റൈറ്റ് എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അർത്ഥം പോലും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഇംഗ്ലീഷുമായിട്ട് വെറും വട്ടപൂജ്യം എന്ന് ഞാൻ പറയാം, അങ്ങനെയായിരുന്നു. അവസാനം ഇത് പഠിക്കാതെ നിവർത്തിയില്ല. അപ്പൊ ഒരു ദിവസം പ്ലീസ് ഗീവ് മീ എ പെൻ, എനിക്കൊരു പേന തരാമോ എന്നൊരു സെന്റൻസ് വയനാട്ടിലുള്ള ഒരു ചേട്ടൻ എഴുതി തന്നു. അത് ഞാൻ ഒരു ദിവസം വൈകുന്നേരം മൊത്തം ഉരുവിട്ടുകൊണ്ട് നടന്നു. പ്ലീസ് ഗീവ് മീ എ പെൻ, എനിക്കൊരു പേന തരാമോ, പ്ലീസ് ഗീവ് മീ എ പെൻ, എനിക്കൊരു പേന തരാമോ. നേരം എടുത്തപ്പോ അത് മറന്നുപോയി. അത്രയ്ക്കും മെമ്മറി പവർ കുറവായിരുന്നു. അപ്പോ സാറന്മാരൊക്കെ ഒത്തിരി കളിയാക്കും. അവരെ കളിയാക്കണത് ഇംഗ്ലീഷിലാണ്, അതൊന്നും നമുക്ക് മനസ്സിലാവില്ല. എല്ലാവരും ചിരിക്കുമ്പോൾ ഞാനും കൂടെ ചിരിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവര് പറയടാ നീ എന്തിനാ ചിരിച്ചത്, നിന്നെ അവര് കളിയാക്കിയേ. ഇങ്ങനെയൊക്കെ ആയപ്പോ എനിക്ക് ഭയങ്കര വിഷമായി. ഇപ്പൊ 2-3 മാസം ആയപ്പോഴേക്കും നന്നായി ഞെരിങ്ങി. അപ്പോഴേക്കും എനിക്ക് ആ ഇൻട്രസ്റ്റ് ഒക്കെ പോയി. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്തേ ആടിയാ മതി എന്ന് വിചാരിച്ചു, ബൈബിൾ കോളേജിൽ നിന്ന് പുറത്തേ ആടാം എന്നൊക്കെ കരുതി. അപ്പൊ അവിടെ സ്തോത്രം 3 വിഷയത്തിൽ കൂടുതൽ ഫെയിൽ ആയാൽ അവര് തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടോളും. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ പഠിക്കാതിരുന്നു. എക്സാമിൽ എന്തൊക്കെയോ കുറിച്ച് വെച്ചു. റിസൾട്ട് വന്നപ്പോ അവിടെയും കറക്റ്റ് ഞാൻ 4 വിഷയത്തിന് പാസ്സായി. അത് എങ്ങനെയാന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ അതും നടന്നില്ല. അവിടെ നിന്ന് പോരണം എന്നുള്ള പ്ലാനുകളൊക്കെ തകർന്നു പോയി. ആ കാലത്താണ് ഒരു വലിയ പ്രാർത്ഥനാ ജീവിതം എനിക്ക് ലഭിക്കുന്നത്. അതിനുണ്ടായ ഒരു സാഹചര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സാമുവൽ ദിഖാൾ എന്ന് പറയുന്ന ഒരു ഒറീസക്കാരൻ ഞങ്ങളുടെ കൂടെ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 4 വർഷം സ്റ്റുഡന്റ് ആണ്. അദ്ദേഹത്തിന് ബൈബിൾ കോളേജിൽ ഫീസ് അടയ്ക്കാൻ പറ്റാതെ പ്രസിഡന്റ് സാർ അദ്ദേഹത്തെ വിളിച്ച് ഒത്തിരി വഴക്ക് പറഞ്ഞു. നീ എന്താണ് ഫീസ് അടയ്ക്കാത്തതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം ഒന്നും മിണ്ടാതെ നിന്നിട്ട് അന്ന് വൈകുന്നേരം അദ്ദേഹം ദൈവസന്നിധിയിൽ പോയി കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അപ്പൊ ഇത് ഞങ്ങളുടെ കൺമുമ്പിൽ നടക്കുന്ന കാര്യമാണ്. അദ്ദേഹം കണ്ണീരോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞപ്പോ എറണാകുളം കാലടിയിൽ നിന്ന് ഒരു പ്രാർത്ഥിക്കുന്ന ടീം അവിടെ വന്നു. എന്നിട്ട് സാമുവൽ ദിഖാൾ എന്ന് പറയുന്ന സഹോദരൻ ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് വിളിച്ചു, ഒരു പെട്ടി അവര് കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ടീമാ, ഇന്നലെ പ്രാർത്ഥിച്ചപ്പോ ദൈവം ഒരു ദർശനം കാണിച്ചു, നിങ്ങളുടെ അഡ്രസ്സാണ് ദൈവം കാണിച്ചത്, ഇത് ഞങ്ങളല്ല യേശുവ തരുന്നതെന്ന് പറഞ്ഞ് പെട്ടി കൊടുത്തേച്ച് അവര് പോയി. നോക്കിയപ്പോ അത് മൊത്തം പൈസയാ. ഈ സാമുവൽ ദിഖാളിന് 4 വർഷത്തെ ഫീസ് കൊടുക്കാനുള്ളത് ആ പെട്ടിക്കകത്ത് ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്റെ കൺമുമ്പിൽ നടന്ന ഒരു കാര്യമാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ സാമുവൽ ദിഖാൾ ഒറീസയിൽ നിന്നുള്ള മനുഷ്യനാ. അദ്ദേഹത്തിന് ഒരു ആവശ്യം വന്നപ്പോ, അത്യാവശ്യം വന്നപ്പോ അദ്ദേഹം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോ അദ്ദേഹത്തിന് നന്മ കൊണ്ടുവന്നത് ഇവിടെ നമ്മുടെ കാലടിയിൽ നിന്നുള്ള ആളുകളാണ്, എറണാകുളം കാലടിയിൽ നിന്നുള്ളത്. ഇദ്ദേഹവുമായിട്ടൊരു കുലബന്ധം പോലും ഇല്ല. അപ്പൊ ഞാൻ ആശ്ചര്യപ്പെട്ടു. നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും യേശു അതിന് ഉത്തരം തരും. അപ്പോ ഈ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കില്ലേ എന്ന് ചിന്തിച്ച് ഞാൻ ദൈവസന്നിധിയിൽ പോയി മുഴങ്കാൽ മടക്കി കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവേ, എനിക്ക് തീരെ ബുദ്ധിയില്ല, എന്നെ എന്തിനാണ്, ഞാൻ ഇംഗ്ലീഷുകാരുടെ കൂടെ കിടക്കാനല്ല, അങ്ങയുടെ വചനം പഠിച്ച് സുവിശേഷ വേലയ്ക്ക് വന്നതല്ലേ,
എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല, എന്നെ വല്ല മലയാളം മീഡിയത്തിലും വിട്, അല്ലെങ്കിൽ എന്റെ ബുദ്ധി തുറന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ, അന്ന് ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ബൈബിൾ തുറക്കുമ്പോൾ കാണുന്ന ഒരു വാക്യം യാക്കോബ് 1:6 ഒരുവിനെ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ 4 മുതൽ 6 വരെയുള്ള ആ വാക്യങ്ങളാണ്. ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവനത് ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം എന്നുള്ള ആ വാക്യം ഞാൻ ആശ്ചര്യപ്പെടുക. ആദ്യമായിട്ട് ഇങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ബൈബിൾ തുറക്കുമ്പോൾ അതിനേറ്റൊരു വചനം എന്റെ കണ്ണിൽ കറക്റ്റ് ആയിട്ട് ഉടക്കിയപ്പോ, ഈ പണ്ട് ആളുകളൊക്കെ പറയുന്ന സത്യമാണെന്ന് മനസ്സിലായി. കണ്ണീരോടെ പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നാൽ വചനത്തിലൂടെ കർത്താവ് നമ്മളോട് കൃത്യമായി സംസാരിക്കുന്നുള്ള എന്റെ ആദ്യത്തെ അനുഭവമായിരുന്നു എനിക്കത്. അങ്ങനെ ഈ വാക്യം ഒരുവിനെ ജ്ഞാനം കുറവാകുന്നെങ്കിൽ, അപ്പൊ എന്റെ വിഷയം അത് തന്നെയാണല്ലോ, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, മെമ്മറി പവർ ഇല്ല. ഈ വാക്യം കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര ഫെയ്ത്ത് ആയി. അന്ന് മുതല് പ്രാർത്ഥനാ ജീവിതം ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവാൻ തുടങ്ങി. പിന്നെ ഞാൻ എപ്പോഴും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഓടി വരും, കട്ടിലേക്ക് കയറും, കർട്ടൻ ഇടും, മുട്ടുകുത്തും, എന്നിട്ട് ഇങ്ങനെ യേശുവിനോട് സംസാരിക്കാൻ തുടങ്ങി. ഒരു എന്താ പറയുക, ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്ന പോലെ, ഒരു മകൻ അപ്പനോട് പറയുന്ന പോലെ, അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് എനിക്ക് വരാനായി സാധിച്ചു. എന്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു ജയമായി. അങ്ങനെ ഞാൻ പ്രാർത്ഥന തുടങ്ങി. 1 മാസം തികയുന്നതിന് മുമ്പ് എന്റെ മെമ്മറി തുറക്കാൻ തുടങ്ങി. കാര്യം പറയുന്നത് ഗ്രാമാറ്റിക്കലി ഒന്നും കറക്റ്റ് അല്ലെങ്കിലും ആ വർഷം തന്നെ ഞാൻ ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങി. എന്റെ എന്ത് കാര്യവും ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞ് ഫലിപ്പിക്കാൻ തക്കവണ്ണം ഒരു കൃപ ദൈവം എനിക്ക് തരാൻ തുടങ്ങി. സെക്കൻഡ് ഇയറിൽ എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ടെൻസ് അടക്കമുള്ളത് പഠിച്ച് നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങി. സെക്കൻഡ് ഇയർ ഒക്കെ ലാസ്റ്റ് ആയപ്പോഴേക്കും എന്റെ സീനിയേഴ്സിനെ ഞാൻ ഇംഗ്ലീഷ് കറക്റ്റ് ചെയ്യാൻ തുടങ്ങി. തേർഡ് ഇയറിന് ഞാൻ ബൈബിൾ കോളേജ് തേർഡ് ഇയറിന് പഠിക്കുന്ന സമയമൊക്കെ ആയപ്പോഴേക്കും ആ കോളേജിലെ ട്രാൻസ്ലേഷന്റെ കോർഡിനേറ്റർ ആയിട്ട് അവരെന്നെ തെരഞ്ഞെടുത്തു. അവിടെ പിന്നീട് ഞാൻ അപ്പോഴേക്കും മാവേലിക്കര ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ മിഷൻ ബൈബിൾ കോളേജിലേക്ക് എന്റെ ഇടയിൽ ഒരു ഷിഫ്റ്റ് നടന്നു. തേർഡ് ഇയറിന് പഠിക്കുമ്പോഴേക്കും. അപ്പൊ അവിടെ സായിപ്പന്മാര് വരുമ്പോൾ അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവരെന്നെയാണ് നിയോഗിച്ചത്. ആർലൻ മില്ലർ എന്ന് പറഞ്ഞ ഒരു സായിപ്പായിരുന്നു അവിടെ ഇംഗ്ലീഷ് ഗ്രാമർ എടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് എനിക്ക് ഇംഗ്ലീഷ് സബ്ജക്റ്റിനൊക്കെ ഫുൾ മാർക്ക് ചെയ്യാൻ മേടിക്കും. ഈ തിക്നെസ്സിലുള്ള എന്താ പറയുക ബൈബിൾ കോളേജിലെ ബുക്കുകളൊക്കെ അങ്ങനെ കുത്തുകോമ വിടാതെ ബൈഹാർട്ട് ചെയ്യാൻ തുടങ്ങി. അതെല്ലാം അങ്ങനെ തന്നെ എഴുതി വെക്കാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് ബൈബിൾ കോളേജിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിട്ട് ആ വർഷം 2 പേരെ തെരഞ്ഞെടുത്തതിൽ ഒരാളായിട്ട് ദൈവം എന്നെ മാനിച്ചു. അങ്ങനെ ഞാന് വളരെ പിറകിൽ കിടന്ന ഞാന് എന്താ പറയുക സായിപ്പന്മാർക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു ബൈബിൾ ഉണ്ട്, ഒരു നല്ല ബൈബിൾ. അതെനിക്ക് ട്രാൻസ്ലേഷൻ ചെയ്തതിന് ഒരു സായിപ്പ് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അതിപ്പോഴും ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് അങ്ങനെ ആ നിലവാരത്തിലേക്ക് ദൈവം എന്നെ മാനിക്കാനായിട്ട് ഇവിടെ വന്നു. കോളേജ് തന്നെ എനിക്ക് സ്പോൺസർ ചെയ്ത് ഉപരിപഠനത്തിനുള്ള കാര്യങ്ങളൊക്കെ അവര് തന്നെ സെറ്റ് ചെയ്തു. അവിടുത്തെ ഒരു സ്റ്റാഫായിട്ടും എന്നെ എടുക്കാനായിട്ട് ഇവിടെ വന്നു. അങ്ങനെ ആ തലങ്ങളിലേക്ക് ദൈവം എന്താ പറയുക എന്റെ ബൈബിൾ കോളേജ് ജീവിതത്തിൽ എന്നെ മാറ്റിമറിച്ചു. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ സെക്കൻഡ് ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്നാനം സത്യമാണെന്ന് മനസ്സിലായിട്ട് സ്നാനപ്പെടാനും ദൈവം എനിക്ക് ഇതിന്റെ ഇടയിൽ ഭാഗ്യം തന്നു. അങ്ങനെ ബൈബിൾ കോളേജിൽ സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോഴാണ് സ്നാനം സത്യമാണെന്ന് മനസ്സിലായിട്ട് ഞാൻ സ്നാനപ്പെടുന്നത്. ഇനി ഞാൻ അഭിഷേകം പ്രാപിച്ച് ഇന്നുള്ള ഒരു ശുശ്രൂഷയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ ബൈബിൾ കോളേജിൽ തേർഡ് ഇയറിന് പഠിക്കുന്ന കാലം, അപ്പോഴേക്കും എന്റെ മമ്മി കൂടെ വിശ്വാസത്തിൽ വന്നു. ഈ ബൈബിൾ കോളേജിൽ എന്റെ ഗ്രാജുവേഷൻ സമയത്ത് മമ്മി വന്നു. മമ്മിയും സ്നാനം സത്യമാണെന്ന് മനസ്സിലാക്കി സ്നാനപ്പെട്ടു. പിന്നീട് അവിടെ തൂങ്ങാലിൽ ഒരു ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന അവിടെ ഒരു സഭ അപ്പോഴേക്കും അവിടെ ആരംഭിച്ചിരുന്നു. ആ ചർച്ച് ഓഫ് ഗോഡിൽ മമ്മി പോവാനായിട്ട് തുടങ്ങി. അങ്ങനെ മമ്മിയും ഞാനും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അപ്പോഴേക്കും വിശ്വാസത്തിലേക്ക് വന്നു. എന്തായാലും ഞാൻ ബൈബിൾ കോളേജ് തേർഡ് ഇയറിന് പഠിക്കുന്ന സമയം ഞങ്ങൾ എല്ലാ മാസവും ഉപവാസ പ്രാർത്ഥന ബൈബിൾ കോളേജിൽ നടത്താറുണ്ട്. മാവേലിക്കര ബൈബിൾ കോളേജിലാണ് ആ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഞങ്ങള് പിള്ളേര് മിക്കവാറും ഉപവസിക്കാറുണ്ട് 3 ദിവസം മാസത്തിൽ. ഒരു ഉപവാസ പ്രാർത്ഥന നടത്തുമ്പോൾ ഞങ്ങളുടെ റെജി കെ തോമസ് എന്ന് പറഞ്ഞ ആ സാറിന്റെ വീട്ടിലാണ് അന്ന് പ്രാർത്ഥന നടക്കുന്നത്. അപ്പൊ അന്ന് ഈ എന്താ പറയുക എല്ലാവരും ആത്മനിറവിൽ കരമടിച്ച് അന്യഭാഷയൊക്കെ ഉള്ളവര് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുകയാണ്. ഇല്ലാത്ത ഞങ്ങൾ ഹല്ലേലൂയ പറഞ്ഞ് കൈയടിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വലിയൊരു ദൈവശക്തി ആരാധനയിൽ അവിടെ വെളിപ്പെട്ടു. അങ്ങനെ വെളിപ്പെട്ട സമയം എന്റെ കൂടെ നിന്ന ജെയിംസ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരന്റെ ഭൂതം ഇളകി. അവന്റെ പിശാജ് അശുദ്ധാത്മാവ് ഇളകി ഈ ബ്രോയിലർ കോഴിയെ കഴുത്ത് കണ്ടിച്ച് ഡ്രമ്മിൽ ഇടുമ്പോൾ കിടന്ന് പിടയ്ക്കുന്ന പോലെ ഇവൻ കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. ഞാനിത് ആദ്യമായിട്ട് കാണുന്ന. യാക്കോബായ സഭയില് 15 കൊല്ലം കുർബാന കണ്ടു നിന്നപ്പോൾ ഇത് കണ്ടിട്ടില്ല, ഒരു ഭൂതം ഇളകുന്ന കണ്ടിട്ടില്ല. ബ്രദർ ആൻഡ് ബാപ്റ്റിസ്റ്റ് കൂട്ടായ്മയില് അതുവരെ 3 വർഷം ഞാൻ ആരാധിച്ചതാണ്, ബൈബിൾ കോളേജിനുള്ള ബന്ധത്തിലും ഒക്കെ. ഒരു പിശാജ് പോലും ഇളകുന്നത് ലൈവായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ
അന്ന് എല്ലാവരും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അന്യഭാഷ ഉള്ളവർ അന്യഭാഷയിൽ ആരാധിക്കുകയും ഇല്ലാത്ത ഞങ്ങൾ ഒറ്റ മനസ്സോടെ ഹല്ലേലൂയ പറഞ്ഞ് ആരാധിക്കുകയും ചെയ്തപ്പോൾ ഇവന്റെ ഈ അശുദ്ധാത്മാവ് വെളിപ്പെട്ട് വരുന്ന കാഴ്ച എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി. അന്ന് പ്രസംഗിക്കാൻ വന്ന ദൈവാസന യേശുവിന്റെ നാമത്തിൽ അടങ്ങ് സാത്താനെ എന്ന് ഒരു കമാൻഡ് കൊടുത്തതും ഈ എന്താ പറയാ ജെയിംസിലെ ഭൂതം അടങ്ങി, അവൻ നോർമലായി. പിടിച്ചു കെട്ടിയതുപോലെ പമ്പരം കറങ്ങിക്കൊണ്ടിരുന്ന അവൻ പെട്ടെന്ന് നിന്നു. അന്ന് ഞാന് ഡ്രോമട്രിക്കകത്ത് പോയിട്ട് ചിന്തിക്കാൻ തുടങ്ങി, യേശുവേ എന്തുകൊണ്ടാണ് ഈ ജെയിംസിന്റെ ഭൂതം ഇന്നലെ വരെ ഇളകാത്തത്? ഇവന്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് തോളെ കൈയിട്ട് നടന്നതല്ലേ, അപ്പൊ ഇവന്റെ ഭൂതം എന്താ ഇളകാത്തത്? തലേ ഞായറാഴ്ച വരെ ഓരോ ചാപ്പലിൽ ആരാധിച്ചല്ലേ, അപ്പോഴെന്തുകൊണ്ട് ഇവന്റെ ഭൂതം ഇളകിയില്ല? ഒരേ ലൈബ്രറിക്കകത്തിരുന്ന് ഞങ്ങൾ പുസ്തകം പഠിച്ചു, ഒരേ ബൈബിൾ കോളേജില് ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് തന്നെ നടന്നു, അപ്പോഴൊന്നും ഇവന്റെ ഭൂതം ഇളകിയില്ല, എന്തുകൊണ്ട് ഇന്നലെ ഇളകി? അപ്പൊ എനിക്ക് അതിന്റെ അകത്ത് ഒരു കാര്യം മനസ്സിലായി. ഒന്ന്, എല്ലാവരും ഇന്നലെ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ്. രണ്ട്, പരിശുദ്ധാത്മ നിറവുള്ളവർ പരിശുദ്ധാത്മ നിറവിലും അന്യഭാഷ അടയാളത്തോടെയും ഇല്ലാത്ത ഞങ്ങളെപ്പോലുള്ളവർ വിമർശിക്കാതെ ഒറ്റ മനസ്സേടെ ഹല്ലേലൂയ പറഞ്ഞു ആരാധിച്ചപ്പോ ഈ മറഞ്ഞിരുന്ന ഭൂതം വെളിപ്പെട്ട് വന്നത് കണ്ടപ്പോ എനിക്ക് രണ്ട് കാര്യം മനസ്സിലായി. ഒന്ന്, തലേ ദിവസം വരെ ഞാൻ ആരാധിച്ച, അതായത് അന്ന് വരെ ഞാൻ ആരാധിച്ച ആരാധന യഥാർത്ഥ ആത്മാവിൽ സത്യത്തിനുള്ള ആരാധനയല്ലായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. ആയിരുന്നേ അതിക്ക് മുമ്പേ ആ ഭൂതം ഇളകി പുറത്തു വന്നേനെ. രണ്ടാമത് എനിക്ക് മനസ്സിലായി, അന്യഭാഷകളും ദൈവത്തിന്റെ കൃപാവരങ്ങളും ഇതുവരെ നിന്നുപോയിട്ടില്ല. കാരണം ഞാൻ പഠിച്ചത് ബ്രദറൻ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിലാണ്. അവിടെ സംവാദം നടക്കുക. ഇത് നിന്നുപോയി എന്നൊക്കെ പറയുമ്പോഴല്ലേ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കണ്ടാൽ ഇത് കാണുന്നേ. എന്താ പറയാ, അപ്പൊ എനിക്കൊരു സത്യം മനസ്സിലായി, നിന്നുപോയിട്ടില്ല. ഇന്നും പരിശുദ്ധാത്മ ശക്തി ഉണ്ട്, ഇന്നും ദുരാത്മാക്കൾ ഇളകും, ഇന്നും കൃപാവര ശുശ്രൂഷകൾ ഉണ്ട് എന്ന് എനിക്ക് ബോധ്യമായി. ഇതാണ് എന്റെ അന്ന് വരെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് കാഴ്ചപ്പാടിനെ ചേഞ്ച് ചെയ്തു. പെന്തക്കോസ്റ്റൽ അനുഭവം എന്ന് പറയുന്നത് സത്യമാണെന്ന് എനിക്ക് ബോധ്യമായി. അങ്ങനെ ഞാൻ പിന്നെ ഈ അനുഭവമുള്ള എൻ്റെ ചില കൂട്ടുകാരുടെ കൂടെ പോവാനും അവരുടെ കൂടെ നടക്കാനും അവരോട് സംസാരിക്കാനും സംശയങ്ങൾ ചോദിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ പിന്നീട് എൻ്റെ ഉപവാസത്തിലെല്ലാം എൻ്റെ ഏക വിഷയം എന്ന് പറയണത് എനിക്ക് അഭിഷേകം പ്രാപിക്കണം, എനിക്ക് കൃപാവരങ്ങളെ പ്രാപിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു പിന്നീടുള്ള എൻ്റെ ഏക വാഞ്ച. അങ്ങനെ ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7 പ്രാവശ്യത്തോളം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് പരിശുദ്ധാത്മ നിറവ് വേണപ്പാ, എനിക്ക് അന്യഭാഷ വരങ്ങൾ വേണം, എനിക്ക് ശുശ്രൂഷിക്കണമെങ്കിൽ ദൈവശക്തിയോടെ ശുശ്രൂഷിക്കണം. അതിനുവേണ്ടി ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും 2005 ഡിസംബർ മാസം എത്തി. അപ്പൊ എനിക്ക് ആദ്യത്തെ അഭിഷേകം പ്രാപിക്കാൻ ഉണ്ടായ ഒരു സാഹചര്യം, 2005 ഡിസംബറിൽ മാവേലിക്കര കൊല്ലകടവിൽ ഒരു കൺവെൻഷൻ നടക്കുക. ആ കൺവെൻഷനില് ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന പിള്ളേരന്ന് പോയി. അപ്പോ അവിടെ ഷിബു മാലോ എന്ന് പറഞ്ഞ ഒരു പാസ്റ്ററാണ് അവിടെ പ്രസംഗിക്കാൻ വന്നത്. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം തന്റെ സാക്ഷ്യം പറഞ്ഞ് അന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ആദ്യമായി പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഞാൻ അനുഭവിക്കുന്നത്. ആ സാക്ഷ്യം ഇതായിരുന്നു. ഷിബുമാല പാസ്റ്റർ ഒരു മിമിക്രിക്കാരനായിരുന്നു. അദ്ദേഹം വായ കൊണ്ട് സംഗീതോപകരണങ്ങളുടെ ശബ്ദമൊക്കെ അനുകരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഒരിക്കൽ കോട്ടയം മണ്ണർകാട് ആയിരങ്ങൾ കൂടുന്ന ഒരു പ്രോഗ്രാം രീതിയിൽ മിമിക്രി അവതരിപ്പിക്കാൻ അവസരം കിട്ടി. അപ്പൊ അദ്ദേഹം എന്താ പറയാ, അതിന്റെ തലേ ദിവസങ്ങളിൽ പ്ലാൻ ചെയ്ത് എന്ത് അവിടെ വെറൈറ്റി കാണിക്കാം, അപ്പൊ കേരളത്തിലെ പെന്തക്കോസുകാരുടെ അന്യഭാഷ മിമിക്രി കാണിക്കാം എന്ന് പുള്ളി പ്ലാനിങ് എടുക്കുന്നു. അങ്ങനെ പെന്തക്കോസുകാർ ആരാധിക്കുന്ന ഹോളുകളിലൊക്കെ ചെന്ന് ഈ പാസ്റ്റർമാരുടെ ബോഡി ലാംഗ്വേജ് അന്യഭാഷ പറയുന്നത് അതൊക്കെ പുള്ളി എഴുതി വെക്കുന്നു, മനസ്സിലാക്കുന്നു, പഠിക്കുന്നു. അതിന്റെ പാരഡി എഴുതുന്നു. ഉജാല, സുജാല, റീഗൽ, തുള്ളി, നീലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അന്യഭാഷയെ പാരഡി രൂപത്തില് കോമഡി ആയിട്ട് എഴുതി അത് പഠിക്കുന്നു. ആ സമയം കോട്ടയം പട്ടണത്തിലെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകിക്ക് ഈ സംഭവം ദൈവാത്മാവ് കാണിക്കുന്നു. അങ്ങനെ ഈ പ്രവാചകി ഷിബു മാലത്തിന്റെ വീട്ടിൽ വന്നേച്ച് പറയുന്നു, ഷിബു, നീ ഒരിക്കലും ദൈവാത്മാവിനെതിരെ സംസാരിക്കരുത്, സംസാരിച്ചാൽ സംസാരിക്കുന്ന വേദിയിൽ ദൈവം നിന്നെ സന്ദർശിക്കുമെന്ന് ഈ പ്രവാചകി ഇദ്ദേഹത്തോട് ദൂത് പറയുന്നു. പക്ഷെ ഈ പ്രവാചകിക്ക് ഇദ്ദേഹത്തിനെയോ ഈ പ്രവാചകയോ അറിയത്തില്ല. ഓക്കെ, ഇതൊക്കെ അദ്ദേഹം സാക്ഷ്യം പറയുവാണ്. പക്ഷേ ഷിബുമാലം അത് തള്ളിക്കളയുന്നു. അവസാനം അദ്ദേഹം കോട്ടയത്ത് നടന്ന മണ്ണർകാട് നടന്ന ആ സെക്യുലർ എന്താ പറയുക വേദിയിൽ 1-2 മിമിക്രി ഐറ്റംസ് കാണിച്ചിട്ട് ഇപ്പോൾ കേരളത്തിലെ പെന്തക്കോസുകാരുടെ അന്യഭാഷ ഞാൻ മിമിക്രി കാണിക്കാന്ന് ഷിബുമാലം പറഞ്ഞ് മൈക്കെടുത്തപ്പോ അദ്ദേഹത്തിന് തല ചുറ്റി. ഫിക്സ് വന്നവരെ പോലെ അദ്ദേഹം നിലത്ത് വീണു. ആമേൻ കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. സംഘാടകർ കർട്ടൻ താത്തി. ആളുകൾ ഓടി വന്നു, ഷിബുവിനെ വാരിയെടുത്തു, ജീപ്പിൽ കയറ്റി. അപ്പോഴേക്കും പൂർണ്ണമായി അദ്ദേഹം ഊമനായി പോയി. സംസാരശേഷി നഷ്ടപ്പെട്ടു. ആ പ്രവാചകി പറഞ്ഞതുപോലെ അന്യഭാഷയെ കളിയാക്കാൻ ആ മൈക്കെടുത്തതേ ഉള്ളൂ, ഒരു അക്ഷരം മിണ്ടാൻ കഴിയാതെ ഊമനായി താൻ താഴെ വീണുപോയി. അങ്ങനെ തന്നെ എന്താ പറയാ പിന്നീട് ജീപ്പിൽ കയറ്റി വീട്ടിൽ കൊണ്ടുവന്നു. താന് ഇങ്ങനെ പേനയും പേപ്പറും എടുത്ത് എഴുതി കാണിച്ചു. ഇതുപോലെ
പപ്പ എന്നോട് ക്ഷമിക്കണം, ദൈവദാസന്മാരെ വിളിച്ചൊരു 3 ദിവസം പ്രാർത്ഥന നടത്തണം. അങ്ങനെ ദൈവത്തിന്റെ അഭിഷിക്തന്മാർ അവിടെ വരുന്നു. ഷിബുമാലം പേപ്പറിൽ എഴുതി കാണിക്കുന്നു, യേശു എന്റെ പാപം ക്ഷമിച്ച് എന്റെ നാവിനെ തിരിച്ചു തന്നാൽ ഇനിയുള്ള കാലം മിമിക്രി അല്ല, നാവ് കൊണ്ട് യേശുവിനെ പ്രസംഗിക്കാം. ഇങ്ങനെ ദൈവദാസന്മാര് 3-ാം ദിവസം കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവശക്തി അദ്ദേഹത്തിന്റെ മേലേക്ക് വരുന്നു. അദ്ദേഹം ഒറിജിനൽ അന്യഭാഷ പറഞ്ഞു. ഡ്യൂപ്ലിക്കേറ്റ് അന്യഭാഷ പറയുന്ന നാവ് എടുത്തപ്പോഴാണ് ഇറങ്ങിയത്. പക്ഷേ കണ്ണുനീരോടും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവദാസന്മാർ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒറിജിനൽ അന്യഭാഷ പറഞ്ഞ് അദ്ദേഹത്തിന്റെ നാവ് വെളിയിൽ വന്നു. ഈ സാക്ഷ്യം 2005 ഡിസംബറിൽ കൊല്ലകടവിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ട്, അഭിഷേകം സത്യമാ, പരിശുദ്ധാത്മ നിറവ് സത്യമാ, പ്രാപിക്കാൻ വാഞ്ചിയുള്ളവർ വാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഞാൻ ഒറ്റ ഓട്ടത്തിൽ നിന്ന് ബാക്കിൽ ഇന്ന് ഓടി സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ചെന്നു. അന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അന്ന് ബൈബിൾ കോളേജിൽ എന്നോടൊപ്പം പഠിച്ച ഒരു പകുതി പേര് ഓടി ഫ്രണ്ടിലേക്ക് ചെന്നു. പകുതി പേര് മടിച്ചവിടെ നിന്നു. ആ മടിച്ചു നിന്ന പലരും ഇന്ന് ശുശ്രൂഷയിലില്ല. എന്നാൽ ധൈര്യമായി ഓടി മുന്നിലേക്ക് പോയ പലരെയും കർത്താവ് ഇന്ന് അഗ്നി കഷ്ണങ്ങളായി ദൈവത്തിന്റെ വേലയിൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്നു. അപ്പൊ ഷിബു മാലം പാസ്റ്റർ എന്നിട്ട് അനൗൺസ് ചെയ്തു, പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് നിങ്ങള് യേശുവിൻ രക്തം ജയമോ ഹല്ലേലൂയായോ സ്തോത്രമോ പറഞ്ഞ് കൈയടിച്ച് ആരാധിക്കാൻ പറഞ്ഞു. അപ്പൊ ജെയിംസിന്റെ ദുരാത്മാവ് ഇളകി അന്നു മുതൽ അഭിഷേകത്തിന് കാത്തിരുന്ന ഞാന് ആ അവസരം കിട്ടിയപ്പോ പൊട്ടിക്കരഞ്ഞൊരു കുഞ്ഞിനെ പോലെ പ്രാർത്ഥിച്ചപ്പാ എന്നെ നിറയ്ക്കണം നിറയ്ക്കണം ഇത് പറഞ്ഞ് പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞിട്ട് കരം അടിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പാസ്റ്റ് എന്റെ ശിരസിൽ കൈവച്ചു. ആരാന്നറിയില്ല, അന്ന് അവിടെ ഒത്തിരി ദൈവാസന്മാരുണ്ട്. കണ്ണടച്ചു ഇങ്ങനെ കര അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലയിൽ കൈവച്ചു. എന്റെ കയ്യിലേക്കാണ് ആദ്യം ഒരു കറണ്ട് പാസ് ചെയ്യുന്ന പോലെ ഒരു പവർ വന്നു, ഒരു എർത്തടിക്കുന്ന പോലെ. ഞാന് അതിക്ക് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഏതാണ്ട് 17 വയസ്സിന്റെ ഒടുക്കം 18ാമത്തെ വയസ്സിലാണ് ആ സമയം. എന്റെ മേലേക്ക് ഒരു വലിയ പവർ എന്റെ ശരീരത്തിലേക്ക് വന്നു. എന്റെ കൈ ആരോ പിടിച്ച് അടുപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി. അതിക്ക് മുമ്പ് അനേക വർഷങ്ങൾ നമ്മൾ ആരാധിച്ചെങ്കിലും അങ്ങനെ ഒരു പവർ ഞാൻ അനുഭവിച്ചിട്ടില്ല. യാക്കോബായ സഭയിലോ ബ്രദർ ബാപ്റ്റിസ്റ്റ് കൂട്ടായ്മയിലോ ഒക്കെ നമ്മൾ കൈയടിച്ച് ആരാധിക്കാറുണ്ട്, ധ്യാന യോഗം നടത്തുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ. പക്ഷെ ഈ ഒരു പവർ അനുഭവിച്ചിട്ടില്ല. അന്ന് ആ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് പരിശുദ്ധാത്മ ശക്തിക്കായി നിങ്ങൾ പ്രാർത്ഥിക്കേ എന്ന് പറഞ്ഞ് ആ ദൈവദാസന്മാർ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന അന്തരീക്ഷത്തില് അവർ കൈവച്ചപ്പോ ആദ്യമായിട്ട് നമ്മൾ നോർമൽ കൈ അടിക്കുമ്പോൾ നമ്മുടെ ഓരം കഴിക്കുമല്ലോ, പക്ഷെ ആ പവർ, ആ കറണ്ട് പാസ് ചെയ്യുന്ന പോലെ ആ പവർ ശരീരത്തിലേക്ക് വന്നു. പിന്നെ എത്ര മണിക്കൂർ കൈ അടിച്ചാലും കൈയുടെ ഓരം കഴിക്കത്തില്ല. അങ്ങനെ ഒരു ശക്തി അന്ന് ഞാൻ അനുഭവിച്ചു. അത് കഴിഞ്ഞപ്പോ കർത്തദാസൻ പറഞ്ഞു, കുഞ്ഞെ നിന്റെ കാലുകൾ കൂടെ വിട്ടുകൊടുക്ക, നിന്റെ ശരീരത്തിൽ ദൈവശക്തി ഇറങ്ങും. അപ്പൊ ഞാൻ എന്റെ കാലും എന്റെ മുഴുവൻ ബോഡിയും കർത്താവിന് മുമ്പിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പെട്ടെന്ന് തൂക്കി എറിയുന്ന പോലെ ഭയങ്കരമായ പവർ എന്റെ ശരീരത്തിലേക്ക് വരിക. അപ്പൊ എനിക്ക് ആ പവർ വന്നപ്പോ എനിക്ക് മനസ്സിലായി, ഇത് ഡിവൈൻ ശക്തിയാണ്. ഇതുവരെ ഞാൻ അനുഭവിക്കാത്ത ഒരു അസാധ്യമായ ശക്തിയാണ് എന്നിൽ വ്യാപരിക്കുന്ന. ദൈവം എന്നെ തൊട്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു ബോധ്യം, ഭയങ്കര സന്തോഷം ഉണ്ടായി അന്ന് എനിക്ക്. അങ്ങനെയാണ് ആദ്യമായി പരിശുദ്ധാത്മാവിന്റെ നിറവ് ഞാൻ പ്രാപിക്കുന്നത്. പക്ഷെ അപ്പോഴും എനിക്ക് അന്യഭാഷയൊന്നും അപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല. സ്തോത്രം. പിന്നീട് അന്യഭാഷയിലേക്ക് അന്ന് അങ്ങനെ ഒരു പവർ വന്നു, ശക്തി വന്നെങ്കിലും അന്യഭാഷയ്ക്ക് വേണ്ടി പിന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അജയ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ, അദ്ദേഹം എൻ്റെ ആത്മീയ പിതാവാ, അദ്ദേഹത്തെ ഞാൻ എപ്പോഴും വളരെ ബഹുമാനിക്കുന്നു. അജയ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഉണ്ട്. അദ്ദേഹം തിരുവല്ലയിൽ 2006 ആണ്ടിൽ ഒരു പ്രവർത്തനം ആരംഭിക്കുകയാണ്. അപ്പൊ 2005 ഡിസംബറിലാണ് എനിക്ക് ഈ അനുഭവം. 2006 ജനുവരിയിൽ എൻ്റെ ബൈബിൾ കോളേജ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയി. അതിനുശേഷം അവരെന്നെ അവിടുത്തെ സ്റ്റാഫായി എടുത്തു. അപ്പൊ ഞാൻ ഈ അഭിഷേകം പ്രാപിച്ച ശേഷം പിന്നീട് ജനുവരി മുതൽ ജൂൺ വരെ ഈ ബ്രദറൻ കോളേജിൽ, അതായത് ആ ബൈബിൾ കോളേജിൽ അവിടുത്തെ സ്റ്റാഫായി ഞാൻ നിന്നിട്ടും എനിക്ക് പിന്നെ ഒരു തൃപ്തിയില്ല. ഞാൻ ഈ ദൈവശക്തി ഇങ്ങനെ അനുഭവിച്ച ശേഷം പിന്നെ എനിക്ക് അവിടുത്തെ ആരാധന ഒരു തൃപ്തിയാവുന്നില്ല. കാരണം അവിടുത്തെ ആ പഴയ പോലെയുള്ള ആരാധന എനിക്ക് അങ്ങ് എന്താ പറയാ, ഒരു തൃപ്തി വരുത്താതെ വന്നപ്പോ ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പ എനിക്ക് ആരെയും പരിചയമില്ല, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, പെന്തക്കോസ് അനുഭവത്തിലുള്ള ഫ്രണ്ട്സ് അധികം ഒന്നുമില്ല. കർത്താവേ, എനിക്ക് ഇതുപോലെ ആത്മീയ ശക്തിയുടെ ശുശ്രൂഷ ചെയ്യണം, അതിന് എനിക്ക് വഴി തുറക്കണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ കാലത്താണ് ഇവിടെ പെരുമ്പാവൂർ മാത്യു തരി എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കല്, അദ്ദേഹം ഒരു പ്രവാചകൻ, അദ്ദേഹത്തിന്റെ അടുക്കൽ ആ കാലത്ത് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നെ ഉപയോഗിക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്റർ പ്രവചനം കേൾക്കാനല്ല ഞാൻ വന്നത്, എനിക്ക് പ്രവചിക്കണം, എനിക്ക് ശുശ്രൂഷ ചെയ്യണം, അതാണ് അതിന് വേണ്ടിയിട്ട്. അപ്പൊ പാസ്റ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ നിന്റെ വാഞ്ചയെ ദൈവം അറിയുന്നുണ്ട്, എനിക്ക് പ്രവചനത്തിന്റെ പകർച്ച ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. പക്ഷെ ദൈവം ചില അഭിഷിക്തന്മാർക്ക് പല കൃപാവരങ്ങളാണ് ദൈവം കൊടുക്കുന്നത്. അപ്പൊ ചില അഭിഷിക്തന്മാർക്ക് കൃപാവര പകർച്ച ദൈവം കൊടുത്തിട്ടുണ്ടാവും. അവർ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ
നമുക്കറിയാം, എന്താ പറയാ, അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായം 5-6 വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഫേസോസിലെ ശിഷ്യന്മാരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് 1 തിമോത്തിയോസ് 4:14 മൂപ്പന്മാരുടെ കൈവെപ്പോടുകൂടി പ്രവചനത്താൽ നിനക്ക് ലഭിച്ച നിന്നിലുള്ള കൃപാവരം. ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നു. അങ്ങനെയുള്ള ചില അഭിഷിക്തന്മാരുണ്ട്. മോനെ, അടുത്ത 6 മാസത്തിനുള്ളിൽ ദൈവം തന്നെ അതിൽ ഒരാളുമായിട്ട് കണക്ട് ചെയ്യിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ 6 മാസം കഴിഞ്ഞപ്പോൾ, ഞാൻ 6 മാസം ഞെളിപിരി കൊണ്ടാണ് അന്ന് IEM പിന്നീട് സ്റ്റാഫായിട്ട് ഞാൻ വർക്ക് ചെയ്തത്. പിന്നെ ഞാൻ അവിടെ ആ കാലത്ത് വീടുകളിലൊക്കെ സുവിശേഷം പറയാൻ പോകും. രാവിലെ മുതൽ വൈകിട്ട് വരെ ട്രാക്ട് കൊടുക്കും, വീടുകളിൽ കയറി സുവിശേഷം പറയും, പ്രാർത്ഥിക്കും. ആരും വരില്ല. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ വെറുതെ സുവിശേഷം പറഞ്ഞത് കൊണ്ട് മാത്രം ഒന്നും നടക്കില്ല. സുവിശേഷത്തോടൊപ്പം ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കണം. അതെനിക്ക് ബോധ്യമായി. അങ്ങനെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അജയ് എന്ന് പറഞ്ഞ തിരുവല്ല ചുമത്രയുള്ള ഒരു ഹൈന്ദവ സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ദൈവം എൻ്റെ ഒരു കൂട്ടുകാരൻ മുഖാന്തരം കണക്ട് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു. അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തു അവരുടെ മിനിസ്ട്രിയിലേക്ക്. വളരെ കഷ്ടത നിറഞ്ഞ കാലങ്ങളായിരുന്നു പിന്നീടുള്ള കാലങ്ങൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ നിറവാവോളം ഉണ്ട്, എന്നാൽ സാമ്പത്തികമായിട്ടും ബാക്കി എല്ലാ മേഖലകളിലും വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവിടെ ഒരു 10-12 സഹോദരന്മാരുണ്ടായിരുന്നു. അജയ് പാസ്റ്ററിന്റെ അപ്പച്ചൻ കൂലിപ്പണി ചെയ്താൽ ഒരു 200 രൂപ കിട്ടും. അതിൽ 100 രൂപ കൺവെൻഷൻ നടത്തിയതിന്റെ ചിട്ടി പൈസ അടയ്ക്കണം. ബാക്കി 100 രൂപയ്ക്കാണ് ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് വേണ്ടുന്ന ചോറും കറികളൊക്കെ. അപ്പൊ മിക്കവാറും അവിടെ ഞങ്ങള് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, ചോറും മുളകുപൊടിയൊക്കെ ആയിരിക്കും പല ദിവസങ്ങളിലും. പക്ഷെ എന്നാലും അതിനേക്കാളൊക്കെ ഉപരി പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സന്തോഷം ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പാസ്റ്റർ അവിടെ ഇൻവൈറ്റ് ചെയ്തു. അവിടെ ശുശ്രൂഷയ്ക്ക് ഞാൻ പോയി. അപ്പോൾ എന്നെ അവിടെ നിന്ന്, ഞാൻ അന്നേരം IEM ഡയറക്ടർ സാറ് അന്ന് എന്നോട് പറഞ്ഞ കാര്യം ഇപ്പോഴും ഓർമ്മയുണ്ട്. കുഞ്ഞേ, നിനക്ക് ഇവിടെ എന്താ കുറവ്? നിനക്ക് ഇവിടെ റൂമില്ലേ? നിനക്ക് സപ്പോർട്ടില്ലേ? ഞങ്ങൾ നിനക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു തരുന്നില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ അതെല്ലാം ഉണ്ട്, എനിക്കൊരു പരാതിയില്ല. പക്ഷെ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപാവര പകർച്ചയും അഭിഷേകവും പ്രാപിക്കാൻ പറ്റുന്നില്ലല്ലോ അധികമായിട്ട്. അപ്പൊ പറഞ്ഞു, അതൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് നീ പോയാ അവസാനം നീ ദുഃഖിക്കേണ്ടി വരും മോനെ. അവിടെ പോയാൽ നിനക്ക് പട്ടിണി കിടക്കേണ്ടി വരും, കഷ്ടപ്പെടേണ്ടി വരും, ബുദ്ധിമുട്ടേണ്ടി വരും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നീ ഇവിടെ തന്നെ നിൽക്കുന്നൊക്കെ അന്ന് സാറ് പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം, എത്ര ബുദ്ധിമുട്ടേണ്ടി വന്നാലും ദൈവത്തിന്റെ ആത്മശക്തിയോടെ ശുശ്രൂഷ ചെയ്യണം സാറേ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അന്ന് സാറ് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, മോനെ നീ എപ്പോഴെങ്കിലും തിരിച്ചു വന്നാൽ നിനക്ക് ഈ IEM വാതിൽ എപ്പോഴും തുറന്നിട്ടിരിക്കും എന്ന് അന്ന് സാറ് പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇത് 2006 ഇപ്പം 2025 ദൈവമക്കളെ, 19 കൊല്ലമായിട്ട് ആ തുറന്ന വാതിലിലേക്ക് പിന്നീട് പോകാൻ ദൈവം എനിക്ക് ഇടവരുത്തിയിട്ടില്ല. ഞാൻ നിങ്ങളോട് ഒരു കാര്യത്തോടെ പറയാ, നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിക്കാമെങ്കിൽ ആമേൻ, അതോടുകൂടെ നമുക്ക് വേണ്ടുന്നൊക്കെ ദൈവം തന്നോളും. എന്തായാലും അദ്ദേഹം സ്നേഹത്തോടെയാണ് അതൊക്കെ പറഞ്ഞത്. എന്തായാലും ഞാൻ അജയ് പാസ്റ്ററിന്റെ അടുത്തേക്ക് വരികയാണ്. ആ കാലത്ത് അവിടെ ഒരു ടെന്റിലാണ് ചൂള കമ്പൗണ്ട് കെട്ടി ഞാത്തിയ ഒരു പ്രാർത്ഥനാ കൂടാരം. അതിന്റെ പകുതി ഷീറ്റ് ഇട്ടിട്ടുണ്ട്, പകുതി ഇട്ടിട്ടില്ല. പച്ച മണ്ണാണ്. ആ പച്ച മണ്ണിനകത്ത് ചാക്ക് വിരിച്ച് അതിന്റെ അകത്ത് ആണ് ഞങ്ങള് ഏതാണ്ട് 4 വർഷത്തോളം, 4-5 കൊല്ലത്തോളം അവിടെയായിരുന്നു ഞങ്ങൾ കിടന്നത്. നല്ല ബാത്റൂംസ് ഒന്നുമില്ല, കറണ്ട് ഇല്ല, മെഴുകുതിരി കത്തിച്ചോ അല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചോ ആണ് 4-5 കൊല്ലം ഞങ്ങൾ ആ കാലത്ത് അവിടെ ആരാധന നടത്തി. ഞായറാഴ്ച മാത്രം 2 മണിക്കൂർ ജനറേറ്റർ എടുക്കും. അത് കഴിഞ്ഞിട്ട് അത് സ്വത്രാഴ്ച കിട്ടിയ ജനറേറ്ററിന് കൊടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഞങ്ങൾ തന്നെ ഒരു കുറച്ചു പേര് ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടിയാണ് അന്ന് ആ പ്രവർത്തനം. അവിടെ തിരുവല്ല ചുമത്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിന്റെ താഴെയാണ് ഇപ്പോൾ KP യോഹന്നാന്റെ ബിലീവേഴ്സ് ഹോസ്പിറ്റൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ അന്ന് അവിടെ ഹോസ്പിറ്റലിൽ അവിടേക്ക് വെറും കണ്ടമായി കിടക്കുന്ന സമയങ്ങളായിരുന്നു അത്. എന്തായാലും അവിടെ ഞങ്ങള് താമസിച്ച് അജയ് പാസ്റ്ററിനോട് കൂടെ ആത്മാവിൽ ആരാധന തുടങ്ങി. ഞാൻ പറഞ്ഞ പോലെ അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പരിശുദ്ധാത്മാവിന്റെ സന്തോഷം അത് ഭയങ്കരമായിരുന്നു ഞങ്ങൾക്ക്. എല്ലാവരും അവിടെ ഉള്ള കഞ്ഞിയും കുടിച്ചേച്ച് അവിടെ ഞങ്ങൾ ഇരുന്ന് രാപ്പകൽ ആരാധിക്കും. ശേഷം ഞങ്ങൾ ഈരണ്ടായിട്ട് ഞങ്ങള് എന്താ പറയുക, കോളനികളിലേക്ക് പോകും, സുവിശേഷം പറയും, ട്രാക്ട് കൊടുക്കും, ബൈബിള് കൊടുക്കും. അപ്പോ അന്നത്തെ കാലത്തൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അവിടെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരേ ഒരു പാന്റാണ് നല്ലത് ഉണ്ടായിരുന്നുള്ളത്. വൈകുന്നേരം ആകുമ്പോൾ അത് കൊണ്ടുവന്ന് അലക്കി ഉണങ്ങാനിടും. രാവിലെ ആ പകുതി ഉണങ്ങിയ പാന്റ് വീണ്ടും ദേഹത്തിട്ടുകൊണ്ടാണ് ശുശ്രൂഷയ്ക്ക് പോകുന്നത്. പിന്നെ ഈ കറുത്ത പാന്റ് ആയതുകൊണ്ട് ആർക്കും അറിയില്ല, എന്നും കറുപ്പാണല്ലോ, എന്നും കറുപ്പും വെള്ളയാണല്ലോ നമ്മുടെ ഒരു സ്റ്റൈല്. ഇതൊന്നേ ഉള്ളതെന്ന് ആർക്കും അറിയത്തില്ല. ഈ ബെൽറ്റിന് പകരം അന്ന് വള്ളിക്കയറിട്ട് കെട്ടി മുറുക്കിക്കൊണ്ടാണ് നടന്നത്. പിന്നൊന്നും ചെയ്യത്തില്ല, കാരണം ബെൽറ്റ് ഒന്നും ഇല്ലല്ലോ. പിന്നെ അകത്ത് വള്ളിക്കയറാണെന്നുള്ളതും ആർക്കും അറിയില്ല. പിന്നെ വല്ലവരും തരുന്ന പാന്റ് ഷർട്ടൊക്കെയാ, അതൊന്നും നമ്മുടെ സൈസിനൊന്നും മേടിക്കുന്നൊന്നും അല്ല.
അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്തായാലും അതൊക്കെ കെട്ടിമുറിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ മീറ്റിങ്ങിന് പോയിക്കൊണ്ടിരുന്നത്. ആ കാലത്തൊക്കെ ഞങ്ങൾ ഇതുപോലെ രാവിലെ മുതൽ ചിലപ്പോ ഒരു 3 മണി വരെ 4 മണി വരെയൊക്കെ നടന്നു കഴിയുമ്പോൾ വിശക്കും. വിശന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ എന്റെ പോക്കറ്റിൽ കൈയിടുമ്പോൾ 50 പൈസ കാണും. ഇനി ഒരു കൂട്ടുകാരനുണ്ട്, അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കൈയിടുമ്പോൾ, കോഴിക്കോട് ഇപ്പൊ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു ശുശ്രൂഷകനാണ് മനു എന്ന് പറഞ്ഞൊരു പാസ്റ്റർ, അദ്ദേഹം കൈയിടുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ 1 രൂപ കാണും. വേറെ ജെയിംസ് എന്ന് പറഞ്ഞൊരു ദൈവാസൻ ഉണ്ടായിരുന്നു, അദ്ദേഹം ഇതുപോലെ കൈയിടുമ്പോൾ ഒരു 50 പൈസ. എല്ലാവരും കൂടെ ഒക്കെ നോക്കിയാൽ ഒരു 2.25 രൂപയാ. എനിക്ക് തോന്നുന്നു 2 രൂപ എങ്ങാണ്ടാണ് അന്നൊരു പരിപ്പോടയ്ക്കും ബോണ്ടയ്ക്കും ഒക്കെ ഉള്ള വില. അപ്പൊ ഞങ്ങള് ഈ എല്ലാവർക്കും മേടിക്കാനില്ല, എല്ലാവരും കൂടെ പിരിവിടുമ്പോൾ ഒരു ബോണ്ട അല്ലെങ്കിൽ ഒരു പരിപ്പോട മേടിക്കാനുള്ളത് കിട്ടും. ഞങ്ങൾ നേരെ അവിടുത്തെ ഹോട്ടലിൽ കയറും. ഞങ്ങൾ ആദ്യം ഇതുങ്ങളെല്ലാം കൂടെ വരുന്ന കാണുമ്പോൾ ഹോട്ടലുകാർക്ക് ഇന്ന് കോൾ അടിച്ചെന്ന് ഓർത്ത് അവർ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കയറ്റിയിരുത്തും. കഴിയുമ്പോൾ ഞങ്ങൾ പറയും ഒരു പരിപ്പോട തരാൻ പറയും. അപ്പൊ അവര് നോക്കും, ഇത്രയും പേർക്ക് ഒരു പരിപ്പോടയോ? അതിനുള്ള പൈസയേ ഉള്ളൂ. പിന്നെ എന്തിനാ അവിടെ കയറി ഇരുന്നേന്ന് വെച്ചാൽ ഈ പരിപ്പോട മേടിക്കുമ്പോൾ വെള്ളം ഇഷ്ടം പോലെ കിട്ടും, വെറുതെ കുടിക്കാൻ കിട്ടും. അപ്പൊ ഈ പരിപ്പോട പിച്ചെല്ലാം കറുത്തമേശ കഴിക്കുന്ന പോലെ കഴിച്ചേച്ച് ആ വെള്ളവും കുടിച്ച് ഞങ്ങൾ വീണ്ടും എന്താ പറയാ ശുശ്രൂഷയ്ക്ക് പോയ ഒരു ടൈമുണ്ട്. അങ്ങനെ ഒത്തിരി പട്ടിണിയൊന്നും ദൈവം കിടത്തിയിട്ടില്ല. എന്താ പറയാ, അല്പം ചോറാണെങ്കിലും മുളകാണെങ്കിലും ഒക്കെ ദൈവം ഞങ്ങൾക്ക് തരാതൊന്നും ഇരുന്നിട്ടില്ല കേട്ടോ. എന്നാലും അന്നത്തെ കാലം അങ്ങനെ ഞെരുക്കത്തിന്റെ കാലമായിരുന്നു. ആരും 1 രൂപ പോലും ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നിരുന്നില്ല. സ്തോത്രകാഴ്ച കിട്ടിയാൽ പോലും ഞങ്ങൾ അത് കറക്റ്റ് ആയിട്ട് എല്ലാവരും കർത്തൃദാസനെ ഏൽപ്പിക്കും. അങ്ങനെ ദൈവദാസൻ അതുകൊണ്ട് അടുത്ത കൺവെൻഷനോ മീറ്റിങ്ങുകളോ നടത്തും. അങ്ങനെ ശുശ്രൂഷ ചെയ്ത 4 വർഷമായിരുന്നു കൃപാവര പകർച്ചകളും ദർശനങ്ങളും വെളിപ്പാടുകളും ഒക്കെ പ്രാപിച്ചത്. അപ്പൊ ആ കാലത്ത് ചെല്ലമ്മ എന്ന് പറയുന്ന ഒരു അമ്മച്ചി ആ ചർച്ചിന്റെ തൊട്ട് താഴെ താമസിച്ചിരുന്നു. ഞങ്ങൾ ഇങ്ങനെ പല നാട്ടിൽ നിന്ന് വന്ന് തിരുവല്ലയിൽ കിടന്ന് ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന ആ അമ്മക്ക് കണ്ടിട്ട് അമ്മ സ്നേഹത്തോടെ എന്നും രാവിലെ, എന്നും അല്ലെങ്കിൽ മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഒരു ഫ്ലാസ്കിനകത്ത് കട്ടൻ കാപ്പി ഇട്ട് രാവിലെ ഒരു 5:30-6 മണിയാകുമ്പോൾ ഞങ്ങളുടെ ടെന്റി വന്ന് ഞങ്ങളെ വിളിക്കും. എന്നിട്ട് ഈ കാപ്പി തന്നിട്ട് പറയും, ഇത് കുടിക്കും മക്കളെ എന്ന് പറയും. എന്നിട്ട് അമ്മച്ചി 1/2 മണിക്കൂർ 1 മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു പോകുമ്പോ പറഞ്ഞു വിടും, മക്കളെ നിങ്ങൾക്ക് ഇതിന് സപ്പോർട്ടില്ല, വണ്ടിക്കൂലി തരാൻ ആരുമില്ല, നിങ്ങൾക്ക് നല്ല ഡ്രസ്സില്ല, നിങ്ങൾക്ക് സഞ്ചരിക്കാൻ ഒരു നല്ല വാഹനം പോലും ശുശ്രൂഷയോടുള്ള ബന്ധത്തിലില്ല. പക്ഷെ നിങ്ങൾ തളരരുത്, നിങ്ങൾ ചെയ്യുന്നത് ജീവനുള്ള ദൈവത്തിന്റെ വേലയാണ്. ആമൻ. ദാവീദിനെ കാട്ടിലിട്ടതുപോലെ ഒരു സമയമാണിത്. മോശ മരുഭൂമിയിൽ കിടന്നതുപോലെ ഒരു ട്രെയിനിങ്ങിന്റെ കാലമായത്. നിങ്ങൾ ഇവിടെ തളരരുത്. എപ്പോഴും ഒരു വാക്യം ഞങ്ങൾ ഓർക്കും, കാലാളുകളോട് കൂടെ ഓടുമ്പോൾ നമ്മൾ തളർന്ന കുതിരപ്പടിയോടുകൂടെ എങ്ങനെ ഓടുമെന്ന് ബൈബിളിൽ ഒരു വാക്യം ഉണ്ടല്ലോ. അപ്പൊ അത്തരത്തിൽ അമ്മച്ചി പറയുമായിരുന്നു മക്കൾ. എന്നിട്ട് അമ്മച്ചി പറയും, മക്കളെ നിങ്ങളുടെ ഒരു പ്രസംഗം കേൾക്കാൻ ലോകം കാത്തിരിക്കുന്ന കാലം വരും എന്ന് ചെല്ലമ്മച്ചി അന്ന് പറഞ്ഞിട്ടാ പോണത്. ഇപ്പം രാവും പകലും സഭകളൊക്കെ വിളിച്ച് ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിനും അഭിഷേകത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഇന്ന് അനേക സഭകളിലേക്ക് എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ രാപ്പകൽ ഇങ്ങനെ എന്താ പറയാ, അവര് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത്, ട്രെയിൻ ടിക്കറ്റ് ആവട്ടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ആവട്ടെ എല്ലാം ബുക്ക് ചെയ്ത് അന്ന് 3 ദിവസം 5 ദിവസം 7 ദിവസം അനേക സ്ഥലങ്ങളിൽ ഇന്ത്യ മുഴുവനും വിദേശ രാജ്യങ്ങളിലടക്കം ഇന്ന് കർത്താവ് അയക്കുമ്പോൾ ചെല്ലമ്മച്ചി അന്ന് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർക്കും. അമ്മച്ചി മരിച്ചു, ദൈവസന്നിധിയോട് ചേർന്നിട്ട് വർഷങ്ങളായി. പക്ഷെ അമ്മച്ചി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്നും മരിച്ചിട്ടില്ല കേട്ടോ. സ്തോത്രം. അത് ഞങ്ങൾ എപ്പോഴും ഓർക്കും. എന്തായാലും ആ ടെന്റിൽ താമസിച്ചു. 2010 വരെ അവിടെ കർത്താവിന്റെ വേലയിൽ നിന്നു. 2010 ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചത് നിർത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിനുശേഷം 2010 ദൈവാത്മാവ് എന്നോട് ഇടപെടുക, മോനെ ഇനി ഇത്രയും നാൾ, അതായത് 2003 കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി 2010 2010 പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇതുവരെ നീ ട്രെയിനിങ്ങിലായിരുന്നു, ഇനി നിന്നെ ഞാൻ എന്റെ വചനവും സാക്ഷ്യവുമായി ഭൂമിയുടെ അറ്റം വരെ അയക്കാൻ പോവുകയാണ് എന്ന് പരിശുദ്ധാത്മാവ് ഇടപെട്ടു. അതിനുവേണ്ടി നീ ഒരു കാര്യം ചെയ്യണം, എന്നും രാവിലെ അന്യഭാഷ പ്രാർത്ഥിച്ച് എന്റെ പാദപീഠ ഇരിക്കണം എന്നൊരു നിയോഗം എനിക്ക് ഉണ്ടാവുക. അങ്ങനെ 2010 അപ്പോഴേക്കും ഞാൻ ഇവിടെ സ്വദേശത്തേക്ക് എന്റെ പെരുമ്പാവൂർ വീട്ടിലേക്ക് ദൈവവേലയ്ക്ക് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ രാവിലെ എഴുന്നേറ്റ് 4 മണി മുതൽ ഇങ്ങനെ കൈയടിച്ച് അന്യഭാഷ പ്രാർത്ഥിക്കും. അന്ന് എന്റെ പപ്പൻ കുടിയനായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ, പപ്പ കുടിയനായിരുന്നല്ലോ. അപ്പോ പപ്പ വന്നിട്ട് കുടിച്ചേച്ച് എന്റെ മുഖത്തടിക്കും, കാർക്കിച്ച് തുപ്പും, ഷർട്ടിന്റെ കോളറെ പിടിച്ചൊക്കെ വലിച്ച് ശല്യം ഉണ്ടാക്കും. അപ്പൊ ഞാൻ യേശുവിനോട് പറഞ്ഞ, കർത്താവേ അങ്ങല്ലേ പറഞ്ഞത് വേലയിൽ ഉപയോഗിക്കാൻ കാലമായി, രാവിലെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കാനാ, ഈ മുറിയല്ലാതെ വേറൊരു വഴി എനിക്കില്ല, ഈ പപ്പ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുക എന്ന് സങ്കടപ്പെട്ടു. അന്ന് ഉച്ചയ്ക്ക് അരി മേടിക്കാൻ കുമ്പനാടല്ല കേട്ടോ, കൊമ്പനാടാണ് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള റേഷൻ കടയിലേക്ക് പോകുമ്പോൾ ആ റേഷൻ കടയുടെ ചേർന്ന് ചെറിയാൻ എന്ന് പറയുന്ന ഒരു സഹോദരന്റെ TV നന്നാക്കുന്ന ഒരു ഷോപ്പുണ്ട്. അയാൾ എന്നെ കണ്ടു വിളിച്ചു, പാസ്റ്റർ ഒന്ന് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു. ഞാൻ ചെന്നു.
നിങ്ങളൊരു ശുശ്രൂഷകനാണല്ലേ? അതെ. ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ അദ്ദേഹം പറയാ, എന്റെ വീടിനോട് ചേർത്ത് ഒരു മുറി പണിതിട്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ വേണ്ടിയൊക്കെയാണ്, പക്ഷെ ആരുമില്ല കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. പാസ്റ്ററിന് വിരോധമില്ലെങ്കിൽ എന്നും രാവിലെ വരുമോ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പൊ ഞാൻ കരഞ്ഞുപോയി. കാരണം അന്ന് രാവിലെയാണ് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോ അപ്പ അടിക്കുകയും തുപ്പുകയും ചെയ്തു. എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും ദൈവമേ എന്ന് ചോദിച്ചപ്പോഴാണ് ഇതൊന്നും അറിയാതെ ഉച്ചയ്ക്ക് ഒരാൾ ഇങ്ങോട്ട് വിളിച്ചു പറയാ, ഒരു മുറി തന്നെ പണിതിട്ടിരിക്കുക, ബാ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എന്നും രാവിലെ 4 മണിക്ക് എഴുന്നേക്കും. എന്റെ വീട്ടിൽ നിന്ന് 2.5 കിലോമീറ്റർ ഉണ്ട്. ചെറിയ ബ്രദറിന്റെ വീട്ടിൽ പോകും. 4 മണി മുതൽ 5 മണി വരെ അവിടെ ഇരുന്ന് അന്യഭാഷയിൽ കരമടിച്ചിരുന്ന് ആരാധിക്കും. അന്യഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യനോടല്ല, ദൈവത്തോടത്രേ. അവൻ ദൈവത്തോട് മർമ്മങ്ങളെ സംസാരിക്കുന്നെന്നാണല്ലോ പറയുന്നത്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെളിപ്പാടുകൾ കാണാൻ തുടങ്ങി, അധികം ദർശനങ്ങൾ കിട്ടാൻ തുടങ്ങി, വചനത്തിന്റെ കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ തുടങ്ങി. 5 മണി മുതൽ 5:30 വരെ ഞങ്ങൾ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 5:30 മുതൽ 6 മണി വരെ ബൈബിൾ വായിക്കും. എല്ലാ ദിവസവും 2 മണിക്കൂർ അവിടെ ഇരുന്ന് പ്രാർത്ഥന തുടങ്ങി. അന്ന് ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരും. വൈകുന്നേരം ആവുന്നേക്ക് മുമ്പ് ഒരു 2 കോളെങ്കിലും എനിക്ക് വരും. പാസ്റ്റർ ഷിൻഡോയാണോ? അതെ. ഇന്നവര് നമ്പർ തന്നാ ഒന്ന് പ്രാർത്ഥിക്കുമോ പാസ്റ്റർ എന്ന് ചോദിക്കും. അങ്ങനെ ഞാന് പ്രാർത്ഥിക്കുന്ന സമയം രാവിലെ കണ്ട ദർശനങ്ങളും ദൈവം എനിക്ക് തന്ന വചനങ്ങളൊക്കെ ഇവരോട് പറയും. അപ്പൊ അവര് പറയും, പാസ്റ്ററെ നിങ്ങൾ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്, ഞങ്ങൾ ഇപ്പൊ ഈ പ്രശ്നത്തിലൂടെ പോവുക, നിങ്ങൾക്ക് ഇപ്പം ദൈവം തന്ന വചനം ഇന്നലെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവം ഇടപെട്ടതാ, പാസ്റ്റർക്ക് എപ്പോഴാ സമയം, ഞങ്ങളുടെ വീട് വരെ ഒന്ന് പ്രാർത്ഥനയ്ക്ക് വരുമോ എന്ന് ചോദിച്ച് ആളുകൾ എന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്ന് 2010 അന്യഭാഷയിൽ ഈ പ്രാർത്ഥന രാവിലെ തുടങ്ങി, അന്ന് മുതൽ ശുശ്രൂഷകൾ ആരംഭിച്ചു. ആദ്യമൊക്കെ ഒരു വീട്ടുകാരൊക്കെയാണ് വിളിക്കുന്നത്. ഒരു വീട്ടില് ഒരു ഫാമിലിക്ക് വേണ്ടി അല്ലെങ്കിൽ 2 പേർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനാണ് ഞാൻ കാസർഗോഡ് ആ കാലത്ത് പോയത് ഓർക്കുന്നുണ്ട്. തിരുവനന്തപുരം യാത്ര ചെയ്ത് ഓർക്കുന്നുണ്ട്. ഒരു ഫാമിലിക്ക് വേണ്ടി അല്ലെങ്കിൽ 2 പേർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ. എവിടെ പോയാലും ഒരാളെങ്കിലും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നത് ഞാൻ അന്ന് മുതലേ കണ്ടിട്ടുണ്ട്. ഒരു വീട്ടില് ഒരു പ്രാർത്ഥന വെച്ചാലും അവിടെ ഒരാളെങ്കിലും പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുന്നത് അന്ന് മുതലേ കാണാറുണ്ട്. അപ്പൊ അങ്ങനെയായപ്പോ 2-3 കുടുംബങ്ങൾ ചേർന്ന് വിളിക്കാൻ തുടങ്ങി. അവിടെ ദൈവാത്മാവ് അല്പം ക്രിയ ചെയ്യാൻ തുടങ്ങി. 5 പേര് 10 പേരുള്ള സഭകൾ വിളിക്കാൻ തുടങ്ങി. അവിടെ പരിശുദ്ധാത്മാവിന്റെ ക്രിയ വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ അത് 50-ആയി, 100-ആയി, 500-ആയി, 1000-ആയി. ചില ജനറൽ കൺവെൻഷനുകൾ, പാസ്റ്റേഴ്സ് മീറ്റിങ്ങുകൾ അടക്കം, യൂത്ത് ക്യാമ്പുകൾ അടക്കം ഇരിക്കാൻ സമയമില്ലാത്ത വാതിലുകള് ദൈവം എനിക്ക് തുറന്നു തന്നു. ഇങ്ങനെ ഒരു 6 വർഷം കഴിഞ്ഞപ്പോഴേക്കും കുടിയനായ എൻ്റെ അപ്പനെ കൂടെ ദൈവം തൊട്ടു. പപ്പയും മാനസാന്തരപ്പെടുകയും പപ്പയും സ്നാനപ്പെടുകയും ഞങ്ങൾ ഒന്നിച്ച് ഏത് ദേശത്താണോ അപ്പൻ കുടിച്ചു കിടന്നത് അതേ ദേശത്ത് ഞങ്ങൾക്ക് ബൈബിൾ എടുത്ത് യേശുവിനെ സാക്ഷിയാകാൻ കർത്താവ് ഭാഗ്യം തന്നു. അങ്ങനെ ആമൻ എൻ്റെ ജീവിതത്തെ അടിമുടി കർത്താവ് ഈ പരിശുദ്ധാത്മ നിറവിനാൽ മാറ്റിമറിക്കുകയും ഇന്ന് ആ ഒരു ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അനേക സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ കർത്താവ് അവസരം തന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അന്ന് അഭിഷേകം പ്രാപിച്ച സമയം എനിക്കൊരു രോഗസൗഖ്യം കൂടെ ദൈവം തന്നിരുന്നു. ജനിച്ച 56-ാം ദിവസം മുതൽ ആ അഭിഷേകം പ്രാപിക്കുന്ന 18ാമത് വയസ്സ് വരെ ഞാൻ അടിക്കടി രോഗിയാവുമായിരുന്നു. ആദ്യത്തെ 4 വയസ്സ് വരെ എല്ലാ ദിവസവും 3 നേരം വെച്ച് എൻ്റെ മമ്മി എനിക്ക് മരുന്ന് തരുമായിരുന്നു. എല്ലാ ദിവസവും 3 നേരം വെച്ച് 4 വർഷം മരുന്ന് കഴിച്ചു, 4 വയസ്സ് വരെ. അതിനുശേഷം അഭിഷേകം പ്രാപിച്ച 18ാം വയസ്സ് വരെ വർഷത്തിൽ ചിലപ്പോൾ 1-2 പ്രാവശ്യം അതികഠിനമായി രോഗിയാവും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും. ഞാൻ ബൈബിൾ കോളേജിൽ പോയപ്പോഴോ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചപ്പോഴോ രക്ഷിക്കപ്പെട്ടപ്പോഴോ സ്നാനപ്പെട്ടപ്പോഴോ ഒന്നും എന്റെ രോഗം എന്നെ വിട്ട് പോയില്ല. ഞാൻ അവസാനം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നത് ബൈബിൾ കോളേജിൽ ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോഴാണ്. ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടി ഞാൻ രോഗിയായിരുന്നു. എന്നാൽ അതെന്നെ വിട്ട് മാറിയത് ആ രാത്രിയിലായിരുന്നു. ഏതാ ഞാൻ പറഞ്ഞില്ലേ, 2005 ഡിസംബറിൽ ആ അഭിഷേകം പ്രാപിച്ച രാത്രി. അന്ന് ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിന്റെ രക്തം ജയം ഹല്ലേലൂയ പറഞ്ഞ് കൈയടിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ദൈവദാസൻ എന്റെ തലേ കൈവച്ചെന്ന് പറഞ്ഞില്ലേ, ആ കൈവച്ച സമയം ഞാൻ നൃത്തം വെച്ച് ദൈവത്തെ ആരാധിച്ചു. കറണ്ട് പാസ് ചെയ്യുന്ന പോലെ ഒരു പവർ വന്നെന്ന് പറഞ്ഞില്ല. അത് വെറും ഒരു കറണ്ട് ആയിരുന്നില്ല. ആ 18 വർഷം എന്റെ ശരീരത്തിൽ വ്യാപരിച്ച രോഗത്തിന്റെ തായ്വേര് തകർത്താണ് അന്ന് ദൈവശക്തി എന്റെ മേൽ വ്യാപരിച്ചു. ഇപ്പോൾ എനിക്ക് 37 വയസ്സായി. നാളത്തെ കാര്യം എനിക്കറിയില്ല, അത് ദൈവത്തിന്റെ കയ്യിലാ. എന്നാൽ ഇന്നു വരെ ആ 18ാം വയസ്സ് മുതൽ ഈ 37ാം വയസ്സ് വരെ കൃപയാൽ, ദൈവത്തിന്റെ വലിയ കൃപയാൽ പിന്നീട് ഒരു ആശുപത്രി അഡ്മിറ്റ് ആകാൻ കർത്താവ് എനിക്ക് ഇടവരുത്തിയില്ല. ഞാൻ അതുകൊണ്ട് ഈ സാക്ഷ്യം കൂടെ ചേർത്ത് പറയാറുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ സകല നുഖങ്ങളും അഴിഞ്ഞു പോകും, സകല രോഗക്കെട്ടുകളും തകർന്നു മാറും. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്കിതിൽ നിന്ന് നിങ്ങളോട് ഊന്നി പറയാനുള്ളത്, യേശു കർത്താവ് സത്യദൈവമാണ്, ജീവനുള്ള ദൈവമാണ്. ആ യേശു കർത്താവ് തന്റെ വേലയ്ക്ക് നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മടി വിചാരിക്കരുത്.
ധൈര്യമായി കർത്താവിന് വേണ്ടി ഇറങ്ങണം. ഒരു കൊച്ചു സാക്ഷ്യം പറയാനാണെങ്കിൽ നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇടം വലം നോക്കരുത്, നിങ്ങൾ അതിനായി ഇറങ്ങണം. ഇതിന്റെ ഇടയിൽ 2014 എന്റെ വിവാഹം നടന്നത്. എനിക്കൊരു മോനെ തന്നു. 2020 നല്ലൊരു വീട് ദൈവം തന്നു. നല്ല വാഹനങ്ങൾ, എന്റെ പേരിൽ തന്നെ 4ഓളം വാഹനങ്ങൾ ഇന്ന് കർത്താവിന്റെ വേലയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടുന്നുണ്ട്. അങ്ങനെ ഒരു കുറവുമില്ലാതെ ഇന്ന് ദൈവം എന്നെ നടത്തണം. ഞാനിപ്പോഴും എന്റെ ചേട്ടൻ ചോദിച്ച ചോദ്യം, നീ എങ്ങനെ ജീവിക്കൂടാ? ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ആദ്യം ഇറങ്ങിയപ്പോ എന്റെ നാട്ടുകാരൊക്കെ ചോദിച്ചു, നീ എങ്ങനെ ജീവിക്കും, നിനക്ക് എങ്ങനെ കുടുംബം ഉണ്ടാവും എന്നൊക്കെ എന്നോട് ചോദിച്ചവർ ഇപ്പൊ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞു. ആരുടെ മുമ്പിലും കൈ നീട്ടാൻ ദൈവം ഇടവരുത്താതെ കർത്താവ് അത്ഭുതകരമായി നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളും ഈ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം നാഥനും രക്ഷിതാവുമായി സ്വീകരിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ കൽപ്പനയായ സ്നാനം, അത് സത്യമാണ്, അത് യേശുവിനോട് ചേരാനാണ്. അത് നിങ്ങൾ അംഗീകരിച്ച് ആ യേശു നമുക്ക് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങൾ കാത്തിരുന്ന് പ്രാപിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചും വചനം വായിച്ചും പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ ലജ്ജിതരാകാൻ ദൈവം അനുവദിക്കില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവന്റെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല എന്നാണ് വിശുദ്ധ ബൈബിളിൽ വ്യക്തമായി പറയുന്നത്. അതുകൊണ്ട് ആമേൻ, എന്റെ ഈ കൊച്ചനുഭവവും സാക്ഷ്യവും കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ്. കർത്താവിന്റെ ദാസനോടും ഞാൻ നന്ദി പറയുകയാണ്. ഒരു വാക്ക് ഞാനൊന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. സ്വർഗത്തിലെ നല്ല ദൈവമേ, ഇത്രയും സമയങ്ങൾ ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാൻ അവിടുത്തെ ആമേൻ സാക്ഷ്യങ്ങൾ, അവിടുന്ന് ചെയ്ത ഉപകാരങ്ങളെ ഒരിക്കൽ കൂടെ ധ്യാനിച്ചുകൊണ്ട് കർത്താവെ ഈ ജനത്തോട് സംസാരിപ്പാൻ അടിയനെ തന്ന അവസരത്തിനായി അങ്ങേക്ക് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുന്ന കർത്താവെ ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ രോഗികളായിരിക്കാം, കുടുംബം തകർന്നവരായിരിക്കാം, ആത്മഹത്യയുടെ വക്കിൽ കിടക്കുന്നവരായിരിക്കാം. യേശു കർത്താവെ, ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ ഞങ്ങൾ പോയപ്പോ ഞങ്ങളെ അവിടുന്ന് രക്ഷിച്ചു. അവിടുത്തെ സുവിശേഷം ഞങ്ങൾക്ക് ജീവൻ തന്നു. ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണപ്പാ. യേശു കർത്താവെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന, സാക്ഷ്യം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കണമേ. അടിയന്റെ ജീവിതത്തിൽ അങ്ങ് ഇറങ്ങി വന്നതുപോലെ ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അങ്ങ് ഇറങ്ങി വരണമേ. കയ്പിനാൽ ഭാരപ്പെടുന്നവര്, പ്രതികൂലത്തിൽ ഭാരപ്പെടുന്നവരൊക്കെ ഉണ്ട് കർത്താവെ, അങ്ങ് അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. ദൈവം അങ്ങനെ ചെയ്യാൻ പോകുകയാൽ സ്തോത്രം. അടിയന്റെ ജീവിതത്തിൽ സമാധാനം തന്ന, വിടുതൽ തന്ന, സൗഖ്യം തന്ന അങ്ങയുടെ വൻകരം ഈ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ സമാധാനമായി, വിടുതലായി, സൗഖ്യമായി, ആശ്വാസമായി വ്യാപരിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യും. ആമേൻ. കർത്താവ്, ഈ ആരോമ ടിവിക്കായി സ്തോത്രം. ഇത് ഹോസ്റ്റ് ചെയ്യുന്ന കർത്തൃദാസനായി സ്തോത്രം. അങ്ങയുടെ വലിയ ആമേൻ ശുശ്രൂഷയിൽ ഇനിയും അങ്ങയുടെ ദാസനെ ഉപയോഗിച്ചാട്ടെ. ഈ ചാനൽ ലോകരാജ്യങ്ങൾക്ക്, അനേകർക്ക് ഇതൊരു അനുഗ്രഹമായി മാറട്ടെ. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് ഇതൊരു വലിയ മുതൽക്കൂട്ടായി മാറട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യും. അങ്ങയുടെ വരവിനായി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണം. ഈ സാക്ഷ്യം കേട്ടവരും ഇത് പറഞ്ഞ അടിയനും ഞങ്ങൾ എല്ലാവരും അപ്പാ അങ്ങയുടെ രാജ്യത്തെങ്കിൽ, അങ്ങയുടെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ, ഒന്നിച്ചങ്ങയോടൊപ്പം ആയിരിക്കാൻ ഞങ്ങളെ കൃപയിൽ നടത്തണം. പരിശുദ്ധാത്മാവിനാൽ നയിക്കണം. സകലതും ഞങ്ങൾക്കായി ജീവനെ തന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ ഈ അവസരം തന്ന ആരോമ ടിവിക്കും കർത്താവിന്റെ ദാസനുമുള്ള നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ. 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 താങ്ക് യു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ഷിൻഡോ വർഗീസ്. ദൈവസന്നിധിയിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ അനുഭവങ്ങളുടെ ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ശമൂവേൽ ആലയത്തിൽ വളർന്നു വന്നതുപോലെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനും വചനത്തിനും വിധേയപ്പെട്ട് ദൈവത്താൽ പണിയപ്പെടുവാൻ, ഒരുക്കപ്പെടുവാൻ കർത്താവ് വേർതിരിച്ച് നിർത്തിയ ആ ഒരുപാട് നല്ല അനുഭവങ്ങളും ഓർമ്മകളും കേൾക്കുവാൻ ഇടയായി തീർന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരുപക്ഷെങ്കിൽ ഒരു യാക്കോബായ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് ആ ഒരു പാരമ്പര്യത്തിൽ, അതുപോലെ പിതാവിൻ്റെ ആ ഒരു സ്വഭാവത്തിലൊക്കെ ഒരുപക്ഷെങ്കിൽ വളർന്നു വരുവാൻ സാധ്യതയും സാഹചര്യവും ഉണ്ടായിരുന്ന ഒരു അനുഭവം, ഒരു പശ്ചാത്തലം. അങ്ങനെയായിരുന്നുവെങ്കിൽ നാട്ടിലിപ്പോൾ നല്ല ഒരു മദ്യപാനിയായ ചെറുപ്പക്കാരനെ കൂടി നാടിന് സംഭാവന ചെയ്യാമായിരുന്നു. അത് പോലീസുകാർക്കും നിയമപാലകർക്കും ഒരു തലവേദനയാകുമായിരുന്നു. എന്നാൽ ദൈവം ആ ചരിത്രത്തെ മാറ്റി എഴുതി. കാരണം ഒരു വ്യക്തിയെ ദൈവം അവൻ്റെ അപ്പനും അമ്മയും കാണുമ്പോഴല്ല കാണുന്നത്, സ്വന്തം സഹോദരങ്ങളോ പ്രിയപ്പെട്ടവരോ കാണുമ്പോഴല്ല ഒരു വ്യക്തിയെ
ദൈവം കാണുന്നത് പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നമേയാണ്. നമ്മെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം കണ്ടിരിക്കുന്നു എങ്കിൽ ചിലപ്പോൾ കുപ്പയിലായിരിക്കാം, വഴിയരികിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തായിരിക്കാം നമ്മുടെ ജീവിതം ആരംഭിക്കുന്നതും. അതിന് ചില തകർച്ചയുടെ അനുഭവങ്ങളൊക്കെ ഒരു പക്ഷേ ജീവിതത്തിൽ കടന്നു വരും. പക്ഷെ അതിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ അത് നല്ല തളിർത്ത്, നല്ല ഫലം പുറപ്പെടുവിക്കുന്ന, നല്ല പുഷ്പിക്കുന്ന, മറ്റുള്ളവർക്ക് സൗരഭ്യം പരത്തുന്ന, പ്രകാശം പരത്തുന്ന, തണലേകുന്ന ഒരു വൃക്ഷം പോലെ ദൈവം അതിനെ വളർത്തിക്കൊണ്ടുവരുവാൻ ഇടയായി. ഒരുപാട് പേരുടെ ചരിത്രവും കാര്യങ്ങളൊക്കെ ദേവദാസൻ പറഞ്ഞല്ലോ. അതെ, ദേവദാസൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആ മഹാപദ്ധതിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ എവിടെ വിതയ്ക്കപ്പെട്ടു എന്നുള്ളത് ഒരു പക്ഷെങ്കിൽ വലിയ പ്രസക്തിയില്ലെങ്കിലും നമ്മൾ ഇന്ന് എന്തായിരിക്കുന്നു, നമ്മൾ ഏത് നിലയിൽ ഫലം പുറപ്പെടുവിക്കുന്നു എന്നുള്ളതിനാണ്. ചിലതൊക്കെ വഴിയരികിൽ വിതയ്ക്കപ്പെട്ടു, മുള്ളിനിടയിൽ, പാറസ്ഥലത്ത് ഒക്കെ വിതയ്ക്കപ്പെട്ടു. അതെല്ലാം ഉണങ്ങി വരണ്ടു പോയി. എന്നാൽ ദൈവത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ചില സ്ഥലങ്ങളുണ്ട്. അത് നമ്മുടെ ദൃഷ്ടിയിൽ ചിലപ്പോൾ അത് ശരിയായ രീതി അല്ലായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അതാണ് അതിൻ്റെതായ ശരി. ദൈവത്തിൻ്റെ സമയമെന്ന് പറയുന്നത് അത് നമ്മുടെ മാനുഷികമായ സമയവും കൺസെപ്റ്റുമല്ല. ദൈവത്തിന് ഇന്നലെ എന്ന് പറയുന്നൊരു ദിവസമില്ല, ഇന്നെന്ന് പറയുന്നൊരു ദിവസമില്ല, നാളെ എന്ന് പറയുന്നൊരു ദിവസമില്ല. ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. ദൈവത്തിന് യാതൊരു മാറ്റവുമില്ല. നമുക്കാണ് സമയങ്ങളും കാലങ്ങളും ദിവസങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉള്ളത്. എന്നാൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തിന് എല്ലാറ്റിൻ്റെയും പിന്നിൽ ഒരു പദ്ധതിയുണ്ട്. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നാം ഇറങ്ങി വരുമ്പോൾ യെഹെസ്കേലിനെ അസ്ഥിത്താഴ്വരയിൽ കൊണ്ടു നിർത്തിയും ദൈവത്തിന് പ്രവർത്തിപ്പിക്കുവാൻ കഴിയും. ആമേൻ. അസ്ഥിക്കൂമ്പാരങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനം, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് വിതയ്ക്കപ്പെട്ടപ്പോൾ അവിടെ വലിയൊരു സൈന്യത്തെ ദൈവം ജീവനുള്ള സൈന്യമായി എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. മനുഷ്യദൃഷ്ടിയിൽ എസെക്കിയേലിൻ്റെ കാഴ്ചപ്പാടിൽ അത് അസാധ്യമായൊരു കാര്യം. എന്നാൽ ദൈവത്തിന് സകലവും സാധ്യം. നമ്മെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. എവിടെ നമ്മെ വിതയ്ക്കണം, എവിടെ വയ്ക്കണം, എവിടെ നമ്മളെ ചേർത്ത് വയ്ക്കണം, എവിടെ പണിയണം എന്നുള്ളത് ദൈവം മുന്നമേ നിശ്ചയിച്ച പ്രകാരം കർത്താവിൻ്റെ ദാസൻ ഷിൻഡോ വർഗീസിനെ ദൈവം ആമേൻ പല പല സ്റ്റേജുകളിലൂടെ ആമേൻ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ആമേൻ ഇപ്പോഴും പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല, പണിതുകൊണ്ടേയിരിക്കുന്നു. കർത്താവ് ആ പണി പൂർത്തീകരിക്കുന്ന ആ ഒരു നിമിഷമുണ്ട്. സ്തോത്രം. അതിലേക്ക് സ്വപ്നം കണ്ടുകൊണ്ട് ആ ഒരു യാത്രയിൽ മുന്നോട്ട് പോകുവാൻ കർത്താവിൻ്റെ ദാസനെ, കുടുംബത്തെ, ആമേൻ ശുശ്രൂഷ മണ്ഡലങ്ങളെ ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷ അനുഭവിക്കുന്നവർക്ക് വലിയൊരു അനുഗ്രഹമായി തീരട്ടെ. വിശിഷ്യാൽ ഈ സാക്ഷ്യം കേൾക്കുന്ന അരോമ ടിവിയുടെ പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി തീർന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ദൈവദാസനെയും കുടുംബത്തെയും ശുശ്രൂഷയും ആമേൻ പിന്നെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന് നിങ്ങളും പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷയിൽ കർത്താവിൻ്റെ വേലയിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ. ഈ കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെ ശുശ്രൂഷ മണ്ഡലങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു പ്രാവശ്യം കൂടി നന്ദി കരയേറ്റുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കിടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് വിശേഷം പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കണം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony
2020@gmail.com.